ഈ സമയം ഉപയോഗിച്ച് എന്ത് ചെയ്യണം? സമയം ഉപയോഗിച്ച് നാം യാത്ര ചെയ്യണം. ശരീരം കൊണ്ടുള്ള യാത്രയല്ല. ശരീരം കൊണ്ടുള്ള യാത്ര ഭൂമിയിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകും. എന്നാൽ ഹൃദയം കൊണ്ട് നാം യാത്ര ചെയ്യണം ലോകത്ത് നിന്ന് ദൈവരാജ്യത്തിലേക്ക്. So how should we utilize this time wisely? You should utilize this time for traveling, not for traveling by body, but traveling by spirit. You should travel from this world to the kingdom of God by utilizing this time that is given. ആ പശുവിനെ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ജീവിതമില്ല, തീർന്നു. കോഴിക്കില്ല. കോഴിയും താറാവും പശുവും ഒക്കെ ദൈവം ഒരുക്കിയത് നമുക്ക് വേണ്ടിയാണ്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് നിത്യമായ ജീവിതം നമ്മുടെ ഉള്ളിൽ ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ജീവിതമുണ്ട്. നമ്മുടെ എറ്റേണൽ ലൈഫാണ്. നമ്മുടെ എറ്റേണൽ ലൈഫ് ഇപ്പോൾ സമയം എന്നൊരു ഷോർട്ട് പീരീഡിൽ ആരംഭിച്ചെന്നേ ഉള്ളൂ. അത് നമ്മുടെ പ്രൊബഷണറി പീരീഡാണ്. അതിൽ ജയിച്ചാൽ ആ എറ്റേണൽ ലൈഫ് നമുക്ക് സ്വന്തമാകും. So chicken and ducks and all the things that we eat as non-veg food, once we eat it, they are dead. So they have only one life. But we are not like that. God created us with eternal life. What we are seeing here is just a small part of that life. But if we walk by the Spirit, we have eternal life even after this life. നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് ദൈവപുത്രന്റെ ലൈഫാണ്. അത് നിത്യമാണ്. ആ നിത്യമായ നമ്മുടെ ജീവിതം ആരംഭിച്ചിരിക്കുന്നത് ഒരു ചെറിയ ജഡത്തിലുള്ള ജീവിതമാണ്. അതാണ് നിങ്ങൾ ഈ ബ്ലൂ കളറിൽ കാണുന്നത്. ആ ജീവിതത്തിന് ജനനമുണ്ട്, മരണമുണ്ട്. ഈ ജീവിതത്തിലാണ് നിങ്ങൾ എഞ്ചിനീയറും ഡോക്ടറും പൈലറ്റും കപ്പിയാരും പള്ളിയിലച്ഛനും പാസ്റ്റർ, ഇതാ സൈക്കിളുകാരനും റിക്ഷക്കാരനും തൂമ്പക്കാരനും മെയ്സനും ഇതൊക്കെ ആയിരിക്കുന്നത്. അത് ഇവിടം കൊണ്ട് തീരും. ഒരു തുല്യമായ ഒരു ശരീരമാണുള്ളൂ. പക്ഷെ ഇതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ജീവിതം ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രൊഫഷണറി പീരീഡാണ് ഇപ്പോ. Dear friends, I have shown this slide many times before. So in this slide we see the life of your life, a life of a son of God. There is a blue portion there which is a very small part of your actual life. It's actually the probationary period where you are doctor and engineer and whatnot. But the actual life is much bigger. It's infinite. And this blue portion is just a probationary period, and it is based on what you do here that it determines what will happen after that. ഹല്ലേലൂയ. നമ്മുടെ ഇന്ന് ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന സകലത്, നമ്മൾ പഠിച്ചത്, നമ്മൾ IELTS എഴുതിയത്, നമ്മൾ എൻട്രൻസ് എഴുതിയത്, നമ്മൾ BE പാസ്സായത്, MBBS പാസ്സായത്, ഇതൊക്കെ നല്ലതാ. അതല്ല ചെറിയ പീരീഡ് മാത്രം ഒതുങ്ങുള്ളൂ. അതിപ്പോൾ തീർന്നു പോകും. ഇനി മനുഷ്യ ജീവിതം ഇല്ല. ഇനി ദൈവപുത്രന്മാരുടെ ജീവിതമാണ്, പുതിയ മനുഷ്യന്റെ ജീവിതമാണ്. ഹല്ലേലൂയ. ആ ജീവിതത്തിലേക്ക് വേണ്ടി നമ്മളുടെ ഒരുക്കമാണ്, അതിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ ഇതാ ഇന്നത്തെ ജഡജീവിതത്തിൽ നിന്ന് ദൈവപുത്രന്മാരുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ കൺസ്യൂമർ ജീവിതത്തിൽ നിന്ന് കോൺട്രിബ്യൂട്ടർ ജീവിതത്തിലേക്ക് നാം എത്തണമെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറൊരു ജീവിതമുണ്ട്. അതാണ് ഒരു ട്രാവലർ ലൈഫ്, ഒരു പാസഞ്ചർ ലൈഫ്. അതാണ് നമ്മൾ ഇന്ന് ചെയ്യുവാൻ ക്രിസ്തു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. Dear brothers, I know that we all take degrees like BE and MBBS and whatnot, and it's all good, but you should know that these all ends here. Our eternal life is as that of a son of God, and to move from the life focused on what is here, from a consumer life to a contributor life, we need to go through a different phase, which is the life of a traveler. ഇങ്ങനെ ഡെസ്റ്റിനേഷൻ ചേഞ്ച് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ പൗലോസ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ യാത്ര ചെയ്യുക. എങ്ങനെ യാത്ര ചെയ്യുന്നേ? പിൻപിലുള്ളതിനെ ഞാൻ മറക്കും, മുൻപിലുള്ളതിനെ ഞാൻ ലക്ഷ്യമാക്കും. അങ്ങനെ ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമപുള്ളിയുടെ സമ്മാനത്തിനായി ഞാൻ അതിവേഗം ലാക്കിലേക്ക് ഓടുകയാണ്. So a person like that whose destination was changed by Jesus Christ is the apostle Paul. And how is he traveling? He says that he is a traveler. And how is he traveling? He is leaving behind, forgetting what is behind him and moving forward with the hope of the crown that is before him. എൻ്റെ പ്രിയ മക്കളെ, ഈ ലൈഫിലേക്ക് കടന്നു പോവാം. ജീവിതത്തിൽ എപ്പോഴും ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുക. ഇതാ യേശു പറഞ്ഞ, നിങ്ങൾ ശിശുവിനെ പോലെ തിരിഞ്ഞു വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അവനവൻ തന്നെ അവനവനെ പരിശോധിക്കുക, ഞാൻ അങ്ങനെയാണോ? ശിശുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും തൻ്റെ അപ്പനെ അമ്മയെ ആശ്രയിക്കും. ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് നാം എല്ലാറ്റിലും
ദൈവത്തെ ആശ്രയിക്കണം എന്നുള്ളതാണ്. So, dear brothers, we should turn ourselves and become like little children. The speciality of little children is that for everything they do, they are depending on their parents. The same manner, we should examine ourselves that whether we are depending on God the Father for everything. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രധാന പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ യാത്രക്കാരാണ്. നമ്മൾ റെഡിയാവുകയാണ് പോകാൻ. ഹല്ലേലൂയ. ഈ യാത്രയ്ക്ക് ഓരോ നിമിഷം റെഡിയാവുക. അതിൻ്റെ ഇടയിൽ അഹങ്കാരം നമ്മളെ പിടിക്കരുത്. നമ്മളെപ്പോഴും താഴ്മയുള്ളവരായി നമ്മളെ തന്നെ ശിശുക്കളെ പോലെ താഴ്ത്തുവാനിടയാണ്. നമ്മൾ കോൺട്രിബ്യൂട്ടേഴ്സാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിന് വെളിച്ചം കൊടുക്കുന്നു. ഇതാ കർത്താവ് പറഞ്ഞ, നിങ്ങൾ ഈ ലോകത്തിന്റെ വെളിച്ചമാണ്. നമ്മൾ ഈ ലോകത്തിന് ജീവൻ കൊടുക്കുന്നു. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. എന്നെ അയച്ചത് ജീവൻ കൊടുക്കാനാണ്, നിങ്ങളെ അയക്കുന്നത് ജീവൻ കൊടുക്കാനാണ്. വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. അത് അടുത്തവന് ജീവൻ കൊടുക്കുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. നമ്മൾ ആരെന്ന് തിരിച്ചറിയുക. നമ്മൾ മിയർലി കൺസ്യൂമേഴ്സ് അല്ല. അത് ഈ ലോകത്തിൽ ജനിച്ച അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചവനാണ് കൺസ്യൂമർ. എന്നാൽ ദൈവരാജ്യത്തിൽ ദൈവത്താൽ വീണ്ടും ജനിച്ച നമ്മൾ കോൺട്രിബ്യൂട്ടേഴ്സ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പഴയ സൃഷ്ടിയിൽ നിന്ന് പുതിയ സൃഷ്ടിയിലേക്ക് യാത്രയാകാം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. Dear brothers, always realize that the role you have been given is that of a traveler, to move from become a consumer to a contributor, so that you, just like Jesus Christ said, out of you shall flow rivers of life, so that you can contribute life and light to everybody around you. Do not let arrogance catch you while you are in this journey, and always realize this, and let us pray to God. ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞ് കവിയുമാറാകട്ടെ. അന്ത്യത്തോളം നിലനിൽക്കുവാനുള്ള എല്ലാ കൃപകളാലും ദൈവം നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. Greetings of love in the name of God our Father and our Lord and Savior Jesus Christ to everyone listening to this message, be it in this hall, be it through other media. May the peace of God overflow in your heart, and may the Lord enable you to stand till the end. ഇന്നലെ പരസ്യ ശുശ്രൂഷകളിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ കാറിലൊരു പ്രത്യേകതയുണ്ട്. ആ കാർ മുഴുവൻ ദൈവവചനമായിരിക്കും. ഞങ്ങൾ വാ തുറക്കുന്നത് വേറൊരുത്തൻ്റെ കാര്യം പറയാനല്ല, വേറൊരുവളുടെ കാര്യം പറയാനല്ല. ആ കാർ നിശബ്ദമായിരിക്കത്തില്ല. ആ കാർ മുഴുവൻ ദൈവവചനമായിരിക്കും. അന്നെന്ന് ഞങ്ങൾക്ക് കിട്ടിയ ആ ദൈവിക ആഹാരം പരസ്പരം പങ്കുവെക്കുന്നതായിരിക്കും. ഇതേപോലെ ആയിരിക്കണം നമ്മുടെ യാത്ര. So yesterday, while we were traveling through to our gospel meetings, one of the specialties that the car that we travel will be filled with the word of God. We won't be speaking about anything else. Everybody will be sharing with each other the word that he or she received. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എൻ്റെ അകത്തുനിന്ന് ഒരു ചിന്ത ഇങ്ങനെ പൊങ്ങി വന്നു. ഇങ്ങനെ പറയുവാനായിട്ടിടയായി. സന്ദേശം ഇതാണ്: നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്ന യാത്രക്കാരനായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ, ബി എ ട്രാവലർ ആൻഡ് ഗെറ്റ് റെഡി ടു ഗോ. So while speaking about that, a message welled up within me, and the thought was like this: in this life, we should be a traveler. So get ready, be a traveler and get ready to go. ഹല്ലേലൂയ. എൻ്റെ പ്രിയ മോനെ, എൻ്റെ പ്രിയ മോളെ, മനസ്സിലാക്ക, എൻ്റെയും നിങ്ങളുടെ ജീവിതം തീർന്നുകൊണ്ടിരിക്കുക. Our life is running out. നമ്മൾ ഉപയോഗിച്ചാലും ശരി, ഉപയോഗിച്ചില്ലേലും ശരി, പെട്രോള് തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാറ് പോലെ നമ്മുടെ ജീവിതം തീർന്നുകൊണ്ടിരിക്കുക. Dear brother, dear sister, realize that our life is running out. Just like whether we use it or not, just like a car that is
that is running on petrol, our life is also running out. ഹല്ലേലൂയ. കാറിലെ പെട്രോള് തീരണമെങ്കിൽ ഓടിച്ചാലേ തീരൂ. നമ്മുടെ ലൈഫ് ഓടിച്ചാലും ഓടിച്ചില്ലേലും തീരും. അത് ചുമ്മാ ഇരുന്നാലും തീരും, അത് ഓടിച്ചാലും തീരും. മനസ്സിലായോ? Our life is running out. The petrol inside a car will only run out if you actually use the car, if you actually drive the car for traveling. But the fuel inside us, whether we do anything or whether we do not do anything, it runs out. Our life is always running out. ഇനിയിപ്പോ കാറിന്റെ കാര്യം അറിയാൻ പാടില്ലെന്ന് സഹോദരന്മാര് പറയുകയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിലേക്ക് പോവാ. LPG ഗ്യാസ് അത് തീർന്നുകൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യവും കഞ്ഞിയും കറിയും വെക്കുമ്പോൾ തീർന്നുകൊണ്ടിരിക്കുക. ഇതേപോലെ നമ്മളുടെ ജീവിതം ഓരോ നിമിഷവും തീർന്നുകൊണ്ടിരിക്കുക. ഈ തീരുന്നതിന് മുമ്പ് ദൈവം നമുക്കൊരു ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുണ്ട്. ആ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരണം. Just like our sisters use LPG gas for cooking, whenever they cook, the LPG gas is running out. In the same manner, our life is also continuously running out. But God has kept a destination for us, and before it runs out, our life runs out, we need to reach that destination. നമുക്ക് ഈ സമയം എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ നാം ഉപയോഗിക്കുന്ന അനുസരിച്ചായിരിക്കും നമ്മുടെ റിസൾട്ട് വരുന്നത്. ഒരു എക്സാമിനേഷൻ ഹാളിൽ കയറി 3 മണിക്കൂറാണ് എക്സാം സാധാരണഗതിയിൽ, അല്ലെങ്കിൽ 2 മണിക്കൂർ. ആ 3 മണിക്കൂർ കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആ സംഭവങ്ങൾ നമുക്ക് ഇരുന്ന് എഴുതാം. അല്ല എങ്കിൽ നമുക്ക് 3 മണിക്കൂർ ജനലിൽ കൂടി അപ്പുറത്ത് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ആളുകൾ, അത് നോക്കിയിരിക്കാം. വേറെ ആളുകൾ അവിടെ വേറെ എൻജോയ്മെന്റ് നടത്തുന്നുണ്ട്, അത് നോക്കിയിരിക്കാം. അങ്ങനെ പലതും ചെയ്യാം. പക്ഷേ 3 മണിക്കൂർ കഴിയുമ്പോൾ ആൻസർ പേപ്പർ തിരിച്ച് കൊടുക്കണം. അതനുസരിച്ചായിരിക്കും നമ്മുടെ റിസൾട്ട് വരുന്നത്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്, മോനെ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. Because it's running out. So we can use up the time that God has given us in whichever way we want. Like if we go to, just like in an examination hall, there are they provide you 3 hours to write the exam, and you can use that 3 hours to actually write the exam and score well, or you can look out in the window and look at your friends playing cricket out there. You can use it in whichever way you want, but the final result will be based on how you use it. And that's the reason the word of God says that use your time wisely, because time is running out. Hallelujah. ഈ സമയം ഉപയോഗിച്ച് എന്ത് ചെയ്യണം? സമയം ഉപയോഗിച്ച് നാം യാത്ര ചെയ്യണം. ശരീരം കൊണ്ടുള്ള യാത്രയല്ല. ശരീരം കൊണ്ടുള്ള യാത്ര ഭൂമിയിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകും. എന്നാൽ ഹൃദയം കൊണ്ട് നാം യാത്ര ചെയ്യണം ലോകത്ത് നിന്ന് ദൈവരാജ്യത്തിലേക്ക്. So how should we utilize this time wisely? You should utilize this time for traveling, not for traveling by body, but traveling by spirit. You should travel from this world to the kingdom of God by utilizing this time that is given to us. ഇതിന്റെയൊക്കെ നിഴലാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് ഭാഗങ്ങളിൽ ഒരു ബ്ലൂ പ്രിന്റ് എന്നതുപോലെ ദൈവം എബ്രാഹത്തിന്റെ ജീവിതത്തിലൂടെ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലൂടെയൊക്കെ നമുക്ക് വരച്ച് കാണിച്ചിരിക്കുന്നത്. എബ്രാഹത്തിന് ഇതാ മെസൊപ്പൊട്ടോമിയയിൽ ഊരിൽ നിന്ന് കനാനിലേക്കുള്ള യാത്ര. അപ്പോൾ തന്നെ ഇസ്രായേൽ മക്കൾക്ക് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് കനാൻ ദേശക്കുള്ള യാത്ര. അവരല്ല കാലുകൊണ്ടാണ് യാത്ര ചെയ്തത്. എന്നാൽ അവർ ജഡരൂപികളായതുകൊണ്ട് കാലുകൊണ്ട് യാത്ര ചെയ്തു. നമ്മൾ ആത്മരൂപികളായതുകൊണ്ട് ഹൃദയം കൊണ്ട് യാത്ര ചെയ്യണം. And there are multiple shadows of this that is provided in the Old Testament. You have the story of Abraham who traveled from Ur to Canaan. You have the story of the Israelites who in the book of Exodus traveled from Egypt to Canaan. But they all were fleshly beings, and hence they traveled by the flesh. But we are spirit beings. We are new creations in spirit, and hence we need to travel by the spirit. എൻ്റെ മക്കളെ, ദൈവത്തോട് ഹൃദയം തുറന്നു തരണമേ. അപ്പൊ എൻ്റെ ഹൃദയം തുറന്നു തരണേ. അല്ലല്ലേ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫീൽ എനിക്ക് ഇങ്ങനെയാ വരുന്നത്. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. എനിക്ക് ഇങ്ങനെയാ വരുന്നത്. ദൈവസന്നിധിയിൽ ചിലരൊക്കെ കാണാറില്ലേ, അവര് ചാരത്തിൽ കിടന്ന് ഉരുണ്ട് ചാക്കൊടുത്ത്, കാരണം അവരുടേതായ ആ തീക്ഷ്ണത കാണിക്കുക. ചിലർ കണ്ടിട്ടില്ലേ, സങ്കടം സഹിക്കാൻ വയ്യാതെ
ചില അപ്പന്മാരും അമ്മമാരും ഒക്കെ നെഞ്ചത്തടിക്കണോ? കാരണം എനിക്ക് ഇതിനേക്കാൾ എക്സ്ട്രീമായിട്ട് വേറൊന്നുമില്ല എന്ന് പറയുന്ന സൈനാണത്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, തെറ്റാണ്. ദൈവം തന്ന ശരീരത്തെ അടിക്കരുത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഒന്ന് കരയാമോ എന്റെ മക്കളെ? ഒന്ന് കരയാമോ നിനക്ക്? എന്റെ പപ്പ ഒന്ന് സഹായിക്കണേ. ഞാൻ ഇവിടെ തകർന്നു വീഴുന്നതിന് മുമ്പ്, നരകക്കുഴിയിലേക്ക് യാത്രയാകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് സഹായിക്കണേ. ഇതെന്റെ ഉൾത്തളങ്ങളിൽ ഒന്ന് വീഴാൻ, ഈ ലോകത്തിന്റെ പിടിയിൽ നിന്ന്, ഈ ജഡത്തിന്റെ പിടിയിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണേ. പഴയതിനെ വിട്ട് പുതിയതിനെ ധരിപ്പാൻ എന്നെ ഒന്ന് സഹായിക്കണേ. ഒന്ന് കരയാമോ? So be it in the Bible, be it in historical context, we see certain instances where people wear sackcloth and roll on the dust, or they beat their chests, etc. And these are all extreme expressions of emotions where they are saying nothing worse can happen than this. So now I am not asking you to do any of this. You shouldn't harm the body that God has given you, but you should still have that same emotion. You should still cry out to the Lord with that same emotion to ask God for help in this regard. എന്റെ മക്കളെ, ഞാൻ നിങ്ങൾ ചോദിച്ചോട്ടെ, എന്റെ കണ്ണിൽ കാണുന്ന കാഴ്ച, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകള് പെട്ടെന്ന് പോകുന്ന വഴിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായിപ്പോയി ആ പാലത്തിന്റെ ഇടയിൽ കൂടി വെള്ളത്തിലേക്ക് വീടും, പുഴയിലേക്ക്. നിങ്ങൾ എങ്ങനെയായിരിക്കും അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്? ഓ വീണോ, ഓ വീണല്ലേ, ഇങ്ങനെയായിരിക്കും. എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്? ഈ ഇരിക്കണ ഇരിപ്പായിരിക്കും ഇരിക്കാൻ പോണേ. നിങ്ങൾ എങ്ങനെ വിളിക്കും? അയ്യോ ഓടി പോയേ അല്ലേ? ശരിയല്ലേ? ഇവിടെ നിങ്ങളുടെ കൊച്ചല്ല, നിങ്ങളാണ് എൻ്റെ മക്കളെ മുങ്ങാൻ പോണേ. നിങ്ങളുടെ കൊച്ചല്ല, നിങ്ങളാ മുങ്ങാൻ പോണേ. ഹല്ലേലൂയ. നീ കേട്ട വചനം ശ്രദ്ധയോടെ കരുതിയില്ലെങ്കിൽ നീ ഒഴുകിപ്പോകുന്ന ബൈബിള് പറയണേ. ഇത് കേട്ട വചനം എവിടെ കരുതാനാ നല്ലൊരു പങ്ക്? ഒഴുകിപ്പോകുമ്പോ യാതൊരു ബോധവുമില്ല. ഞാൻ പറയാം, ആർക്കാ ബോധമില്ലാത്തത്? പെത്തടിനെ അടിച്ച് തലയ്ക്ക് സുബോധമില്ലാതെ വഴിയില് വാളും വെച്ച് കിടക്കുന്നവനാ ബോധമില്ലാത്ത. നമ്മള് ലോകം എന്ന തണ്ണി അടിച്ച് ഇങ്ങനെ കിടക്കുക നല്ലത്. ഹല്ലേലൂയ. ബോധം ഉണ്ടാകണം എൻ്റെ മക്കളെ, ബോധം ഉണ്ടാകണം, തിരിച്ചറിയണം. ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറഞ്ഞത്, ധൂർത്തപുത്രന് സുബോധം വന്നപ്പോൾ ഒരൊറ്റ ചിന്തയുണ്ടായിരുന്നു, വേറെ ഒന്നും ഉണ്ടായില്ല. എന്താ അവന്റെ ചിന്ത എന്നറിയാമോ? അവന്റെ ചിന്ത എന്താണെന്നറിയോ? എനിക്കൊന്ന് ആരാധിക്കണം, അങ്ങനെയായിരുന്നോ? എനിക്കൊന്ന് പ്രാർത്ഥിക്കണം, അങ്ങനെയായിരുന്നോ? അവന്റെ ഒറ്റ ചിന്തയാ, എനിക്ക് എൻ്റെ അപ്പന്റെ വീട്ടിൽ മടങ്ങിപ്പോകണം. നിനക്ക് സുബോധം വന്നോന്ന് ഈ ഒരു ചിന്ത കൊണ്ട് ഒറ്റ ആർക്കറിയാം? ഈ ഒരു ചിന്ത കൊണ്ടറിയാം. ചെക്ക് അവർ സെൽഫ്. So if you are a person with a child and for some reason the child slipped out of your hand and fell into the river from the bridge, you'll be crying out in agony. In the same manner, you should be crying out in agony, because the one who is now falling into the water and getting swept away is not your child, but you yourself. It's because of this the word of God says that if you are not careful, you would be washed away. If you do not give heed to the word, you would be washed away by the waters, and so you should be careful. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ സന്ദേശത്ത് നാം കേട്ട ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൂടാ. ഒരു പശുവിനെ കാണിച്ചു. ആ പശു കാണിച്ചത് കാഴ്ചയാൽ ജീവിക്കുന്ന ഒരു ജന്തുവിനെയാ, മൃഗത്തെയാ. നമ്മളെ അതുപോലെ ജീവിക്കാനല്ല ദൈവം വിളിച്ചത്. പിന്നെ നിങ്ങൾ കണ്ടത് ഒരു സാറ്റലൈറ്റാ. ആ സാറ്റലൈറ്റ് ഉയരത്തിലെ ഫോട്ടോസൊക്കെ ഉയരത്തിൽ നിന്ന് എടുത്ത് അത് ഭൂമിക്ക് അയച്ചു കൊടുത്ത് ഭൂമിയിലുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു. So in our last meeting we saw certain slides. The first we saw the slide of a cow. A cow is a creature that lives by sight. It lives based on what it sees. And then we saw a satellite that rotates around Earth, and whatever information it receives, it transmits to those on Earth.
ഇത് രണ്ടും രണ്ട് കാഴ്ചകളാണ് നമുക്ക് തരുവാനായിട്ട് ഇടയായത്. പിന്നെ മൂന്നാമത് നമ്മൾ കണ്ടൊരു ചിത്രം, അതിൻ്റെ ഇടയിൽ ഒരു യാത്രക്കാരനെയാണ്, ഒരു ട്രാവലറെയാണ് അതിൻ്റെ ഇടയിൽ നാം കാണുവാനായിട്ട് ഇടയായത്. യാത്രക്കാരൻ. ആ യാത്രക്കാരനെ നമ്മൾ ഇടയിൽ കണ്ടു. നമുക്ക് കാഴ്ച ജീവിക്കുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ തലത്തിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ തലത്തിലേക്ക് നമ്മുടെ ജീവിതം മാറണമെങ്കിൽ നാം ഒരു യാത്രക്കാരനാകണമെന്നായിരുന്നു നാം കേട്ടത്. So, and apart from these two images, we saw a third image which was in the middle of it, and the image was that of a traveler. And the reason we saw this image was that it's a middle phase where we need to move from being a consumer to a producer. ശ്രദ്ധിച്ചേ, നമ്മൾ ഇന്ന് മൃഗങ്ങളെ പോലെയാണ്. മൃഗങ്ങൾ ഉപയോഗിക്കുന്ന ജീവിതശൈലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ ഷെയിമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം മാനത്തോടെ സൃഷ്ടിച്ച മനുഷ്യൻ അവൻ വിവേകശൂന്യനായിപ്പോയി, അതുകൊണ്ട് അവൻ നശിച്ചു പോകുന്ന മൃഗത്തെ പോലെയാണ്. അവൻ ഉപയോഗിക്കുന്ന ശൈലി എന്ന് പറയുന്നത് വാക്കിംഗ് ബൈ സൈറ്റ്. അതാണ് ഈ പശുവിനെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവർ കൺസ്യൂമേഴ്സ് മാത്രമാണ്, തിന്നു തീർക്കുന്നവർ മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മൃഗത്തിന്റെ ശൈലിയിൽ ജീവിക്കരുത്. ഇതാ 2 Corinthians 5:7 വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. 5:7. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പുണ്ട്, കാഴ്ച നടക്കുന്ന വേറൊരു ഗ്രൂപ്പുണ്ട്. ഞാൻ അത് കണ്ടു, ഞാൻ ഇത് കണ്ടു, ഞാൻ അത് പ്രകാരം ജീവിച്ചു. എവിടെയാണ് കൂടുതൽ ഫുഡുള്ള ഞാൻ അങ്ങോട്ടേക്ക് പോകും. ഏത് ഈ ലോകത്തിന്റെ ഫുഡ് കൂടുതൽ എവിടെ കിട്ടുമോ ഞാൻ അങ്ങോട്ടേക്ക് പോകും. അങ്ങനെയല്ല വേണ്ടത്. ദൈവം നമ്മളെ എങ്ങോട്ടേക്ക് നയിക്കുന്നു അങ്ങോട്ടേക്ക് വേണം പോകാൻ. നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പനി എങ്ങോട്ടേക്ക് അയക്കുന്നു അങ്ങോട്ടേക്കല്ല നിങ്ങൾ പോവുക. അല്ലാണ്ട് അപ്പുറത്ത് നല്ലൊരു ബിരിയാണി ഹോട്ടൽ കണ്ടു, ഇപ്പുറത്ത് വേറൊരു ഹോട്ടലുണ്ടോ, അങ്ങോട്ടേക്ക് പോയിരിക്കുമോ? ഇല്ലല്ലോ. So today, vast bulk of the people are like animals in the sense that they walk by sight, they are consumers. But the word of God in 1 Corinthians 5:7, it says, "For we live by faith, not by sight." So there is a group of people who are living by faith and not by sight. Just like, in a company, if a company is, if a company sends you for a certain purpose, you go for that. Not you do not get distracted to right or left looking, hey, there is a biryani shop here, or things of that nature. ഇനി മറ്റൊരു കാര്യം, മറ്റൊരു പിക്ചർ നമ്മൾ കണ്ടത് ഇതാണ്. ഇതാ ഭൂമിക്ക് മുകളിൽ ഇതാ ഒരു സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് കോൺട്രിബ്യൂട്ടറാണ്, കൊടുക്കുന്നതാണ്. കൺസ്യൂം ചെയ്ത് അവസാനിപ്പിക്കുകയല്ല, കൊടുക്കുന്നതാണ്. ഈ സാറ്റലൈറ്റ് തനിക്ക് ചുറ്റുമുള്ള ഫോട്ടോസ്, കാര്യങ്ങളും ഈവൻ ഭൂമിയുടെയും മറ്റ് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഭൂമിയിലേക്ക് കൊടുക്കുന്നു. ഭൂമിയിലെ TV സ്റ്റേഷനുകൾ, റേഡിയോ സ്റ്റേഷനുകൾ, ഇന്റർനെറ്റ് ലൈൻസ്, ഇവയ്ക്കെല്ലാം അത് സപ്ലൈ ചെയ്യുകയാണ്. അതൊരു കോൺട്രിബ്യൂട്ടറാണ്. ഇതിന് തുല്യമാണ് വാക്കിംഗ് ബൈ സ്പിരിറ്റ്. So just like in the slide, first we have walking by sight, where an animal is walking purely based on sight, and then in the second picture we have a satellite that is rotating around Earth. It's taking pictures and then transmitting it to different places through internet and whatnot. And walking by spirit is like that, where you become a contributor. ഇത് പുതിയ സൃഷ്ടിയിൽ വളരെ എളുപ്പമാണ്. ഇതാണ് റോമ 8:14 പറയുന്നത്. ദൈവാത്മാവാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. ഈ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഹല്ലേലൂയ. റോമ 8:14 വായിച്ചേ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. And so this is easy if you are in the new creation. In the book of Romans chapter 8 verse 14, it says, "For those who are led by the Spirit of God are the children of God.
once you are led by the Spirit of God, this is easy. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓൾഡ് ക്രിയേഷൻ ഇത് പറ്റത്തില്ല. പിന്നെ ഓൾഡ് ക്രിയേഷൻ ഇത് പറ്റും. അക്ഷരം വായിക്കണം, അക്ഷരം വായിക്കണം. എന്നാൽ പുതിയ സൃഷ്ടിയിൽ ഇത് വളരെ എളുപ്പമാണ്. അക്ഷരം എഴുതിയ ആത്മാവിനെ കേൾക്കും, അവർക്കത് വിശ്വാസമായി മാറും. എങ്ങനെയാ വിശ്വാസം വരുന്നേ? ചന്ദ്രനിൽ നിന്നാണോ, ബാങ്കിൽ നിന്നാണോ, ഹോസ്പിറ്റലിൽ നിന്നാണോ? ഇവിടെ നിന്നുമല്ല. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. കേൾവിയാണോ വരുന്നേ? അതിന്റെ പുറകിൽ ഒരു വ്യക്തിയാ. ഹല്ലേലൂയ. അക്ഷരമാണോ നാം വായിക്കണം, കേൾവിയാണെങ്കിൽ ഒരു ശബ്ദമാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഇതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞ വചനങ്ങളെ, ഗിരിപ്രഭാഷണം കഴിഞ്ഞിട്ട് യേശു പറയുകയാണ്, ഞാൻ ഈ പറഞ്ഞ വചനങ്ങളെ വായിച്ച് ചെയ്യുന്നവനല്ല, വായിക്കണം കേട്ടോ, കേട്ട് ചെയ്യുന്നവനൊക്കെയും. മനസ്സിലായോ? So now where does the faith comes from? So is it only possible to be a contributor if you walk by faith? Well, you can also do that to an extent if you walk by the letter, but it is much easier if you walk by the faith. Those who walk by the letter read the letter and obeys the letter, but those who walk by the faith, where does faith come from? The word of God says that faith comes from hearing. It is because of this that Jesus Christ says, those who hear these words and obey will walk by the Spirit. So those who walk by the Spirit walk by hearing directly from God. ഇനി ഈ കൺസ്യൂമർ എന്ന് പറയുന്നത് കൺസ്യൂം ചെയ്ത് ഇവിടെ തീരും. ശ്രദ്ധിച്ചേ, കൺസ്യൂമേഴ്സിന് ദൈവം കൺസ്യൂമേഴ്സിനെ സെറ്റ് ചെയ്തിട്ടില്ലേ, അവർക്ക് ഒരു ലൈഫേ ഉള്ളൂ. മനസ്സിലായോ? ഒരു ലൈഫ്. പക്ഷേ കോൺട്രിബ്യൂട്ടേഴ്സിന് അതായത് പ്രൊവൈഡ് ചെയ്യാനുള്ളവർക്ക് അവർക്ക് ലൈഫ് നിത്യമാണ്. രണ്ട് ടൈപ്പാ. ഈ ലോകത്തെ എല്ലാം ദൈവം ഉണ്ടാക്കിയത് മനുഷ്യർക്ക് വേണ്ടിയാണ്. പക്ഷെ മനുഷ്യരെ ഉണ്ടാക്കിയത് ദൈവത്തിന് വേണ്ടിയാണ്. ഈ ഒരു തിരിച്ചറിവ് വേണം. Now, one thing to note is that consumers, those who walk by sight, they only have one life. But contributors, those who walk by spirit, their life is eternal. And God created this world for mankind, but mankind was actually created for God. ശ്രദ്ധിച്ചേ, കോഴി, താറാവ്, പശു, ബീഫ് കഴിക്കാറില്ലേ? ഇഷ്ടമല്ലേ? അല്ലേ? ആ പശുവിനെ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു ജീവിതം ഇല്ല, തീർന്നു. കോഴിക്കില്ല. കോഴിയും താറാവും പശുവും ഒക്കെ ദൈവം ഒരുക്കിയത് നമുക്ക് വേണ്ടിയാ. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് നിത്യമായ ജീവിതം നമ്മുടെ ഉള്ളിൽ ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ജീവിതമുണ്ട്. നമ്മുടെ എറ്റേണൽ ലൈഫാണ്. നമ്മുടെ എറ്റേണൽ ലൈഫ് ഇപ്പോൾ സമയം എന്നൊരു ഷോർട്ട് പീരീഡിൽ ആരംഭിച്ചെന്നേ ഉള്ളൂ. അത് നമ്മുടെ പ്രൊബഷണറി പീരീഡാണ്. അതിൽ ജയിച്ചാൽ ആ എറ്റേണൽ ലൈഫ് നമുക്ക് സ്വന്തമാക്കാം. So chicken and ducks and all the things that we eat as non-veg food, once we eat it, they are dead. So they have only one life. But we are not like that. God created us with eternal life. What we are seeing here is just a small part of that life. But if we walk by the Spirit, we have eternal life even after this life. Hallelujah. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് നിങ്ങൾ നേരത്തെ പലപ്പോഴും പഠിപ്പിച്ചിട്ടുള്ള ക്ലാസ്സാണിത്. നിങ്ങൾ മറന്നു പോകരുത്. ശ്രദ്ധിച്ചേ, ഇതാ നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് ദൈവപുത്രന്റെ ലൈഫാണ്. അത് നിത്യമാണ്. ആ നിത്യമായ നമ്മുടെ ജീവിതം ആരംഭിച്ചിരിക്കുന്നത് ഒരു ചെറിയ ജഡത്തിലുള്ള ജീവിതമാണ്. അതാണ് നിങ്ങൾ ഈ ബ്ലൂ കളറിൽ കാണുന്നത്. ആ ജീവിതത്തിന് ജനനമുണ്ട്, മരണമുണ്ട്. ഈ ജീവിതത്തിലാണ് നിങ്ങൾ എഞ്ചിനീയറും ഡോക്ടറും പൈലറ്റും കപ്പിയാരും പള്ളിയിലച്ഛനും പാസ്റ്റർ, ഇതാ സൈക്കിളുകാരനും റിക്ഷക്കാരനും തൂമ്പക്കാരനും മെയ്സനും ഇതൊക്കെ ആയിരിക്കുന്നത്. അത് ഇവിടം കൊണ്ട് തീരും. ഒരു തുല്യമായൊരു ശരീരമാണുള്ളൂ. പക്ഷെ ഇതല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ജീവിതം ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന ഒരു പ്രൊഫഷണറി പീരീഡാണ് ഇപ്പോ.
Dear friends, I have shown this slide many times before. So in this slide, we see the life of your life, a life of a son of God. There is a blue portion there which is a very small part of your actual life. It's actually the probationary period where you are doctor and engineer and whatnot. But the actual life is much bigger. It's infinite. And this blue portion is just a probationary period, and it is based on what you do here that it determines what will happen after this. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ടൈറ്റിൽ കേട്ടോ നിങ്ങൾ, മൊമെന്ററി മാൻ ആൻഡ് എറ്റേണൽ സൺ ഓഫ് ഗാഡ്. നൊടി നേരത്തെ മനുഷ്യരും നിത്യകാലത്തെ ദൈവപുത്രനും. ഇന്ന് നമ്മൾ എക്സിസ്റ്റൻസിൽ മനുഷ്യനാണ്. ഹല്ലേലൂയ. എന്നാൽ നാളെ നമ്മുടെ ഫോം ഓഫ് ലൈഫ് ചേഞ്ച് ചെയ്യുകയാണ്. അതിന്റെ പ്രവർത്തനം ഇന്നേ ആരംഭിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ ഈ ഹ്യൂമൻ കാറ്റഗറിയിൽ നിന്ന് ഗോഡ്സ് കാറ്റഗറിയിലേക്ക്, അല്ലെങ്കിൽ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ കാറ്റഗറിയിലേക്ക് മാറുകയാണ്. നാം അതായി തീരുമോ എന്ന് നിശ്ചയമായിട്ടില്ല. ജയിച്ചാൽ അത് അവൻ അവകാശമാകും. ജയിക്കുന്നവന് നമ്മുടെ അപ്പൻ ദൈവവും നാം എന്നേക്കും ആ അപ്പന്റെ മക്കളും ആയിരിക്കും. ഇതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഏത് മനുഷ്യ മക്കൾക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. Dear friends, so we are in a probationary period, and while we are in this period, we are in the form of a human being. But based on how we perform, we'll be able to change our form into that of God's category, into that of the category of the Son of God, Jesus Christ. And it depends on how you perform. And it is because of this that it's written in John 1:12, but as many as received him, to them gave he the right to become children of God. ഹല്ലേലൂയ. മനസ്സിലായി? ഇതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം ക്രിസ്തുവിനെ ക്രിസ്തു ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകിയാൽ നാം ക്രിസ്തുവിനോട് അനുരൂപമായി തീരും. അപ്പൊ നാം ആരോട് അനുരൂപമായി തീരും? പിന്നെ എന്തിനാ നമ്മൾ മസിൽ പിടിക്കണേ? ആകൂല 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 എന്ന് പറഞ്ഞോണ്ട്. ഹല്ലേലൂയ. അതിനു വേണ്ടിയാണ് നമ്മളുടെ മുൻ നിയമനം. തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്, ഒന്നുകൂടി കേട്ടെ, അവൻ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. So as the word of God says, when Jesus Christ is revealed in the end time, we too will be transformed, we too will transformed in form, so that we will be similar to him. We will be similar in form to Jesus Christ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഭാഗത്തേക്ക് കടന്നു വരട്ടെ. ഈ ചിത്രം നിങ്ങൾ മറന്നു പോകരുത്. ഇതെപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ അടിസ്ഥാനമിടണം. ഇത് ഈ 2024 എൻ്റെ പവർ പോയിന്റ് പ്രസന്റേഷനിൽ കർത്താവ് ഇങ്ങനെ തരുന്നത്, ഈ ഡെയിലി ബ്രെഡിൽ ഏറ്റവും ആദ്യം ഞാൻ എടുത്തിട്ടിരിക്കുക. ഏറ്റവും ആദ്യം അത് കാരണം ആദ്യം തന്നതാണ്. ഇതൊരു ഫൗണ്ടേഷനാണ്. ഈ പിക്ചർ നിങ്ങൾ എപ്പോഴും ഓർത്തിരുന്നു ഓർക്കണം. ഹല്ലേലൂയ. Dear brothers, never forget this picture. In the 2024 presentation, I have kept it as the first presentation because this is a foundation and you should never forget it. ഹല്ലേലൂയ. നമ്മുടെ ഇന്ന് ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന സകലത്, നമ്മൾ പഠിച്ചത്, നമ്മൾ IELTS എഴുതിയത്, നമ്മൾ എൻട്രൻസ് എഴുതിയത്, നമ്മൾ BE പാസ്സായത്, MBBS പാസ്സായത്, ഇതൊക്കെ നല്ലതാ. അതല്ല ചെറിയ പീരീഡ് കൊണ്ട് മാത്രം ഒതുങ്ങുള്ളൂ. അതിപ്പോൾ തീർന്നു പോകും. ഇനി മനുഷ്യ ജീവിതം ഇല്ല. ഇനി ദൈവപുത്രന്മാരുടെ ജീവിതമാ, പുതിയ മനുഷ്യന്റെ ജീവിതമാ. ഹല്ലേലൂയ. ആ ജീവിതത്തിലേക്ക് വേണ്ടി നമ്മളുടെ ഒരുക്കമാണ്, അതിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ ഇതാ ഇന്നത്തെ ജഡജീവിതത്തിൽ നിന്ന് ദൈവപുത്രന്മാരുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ കൺസ്യൂമർ ജീവിതത്തിൽ നിന്ന് കോൺട്രിബ്യൂട്ടർ ജീവിതത്തിലേക്ക് നാം എത്തണമെങ്കിൽ അതിൻ്റെ ഇടയിൽ വേറൊരു ജീവിതമുണ്ട്. അതാണ് ഒരു ട്രാവലർ ലൈഫ്, ഒരു പാസഞ്ചർ ലൈഫ്. അതാണ് നമ്മൾ ഇന്ന് ചെയ്യുവാൻ ക്രിസ്തു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. Dear brothers, I know that we all take degrees like BE and MBBS and whatnot, and it's all good, but you should know that these all ends here. Our eternal life is as that of a son of God, and to move from the life focused on what is here, from a consumer life to a contributor life, we need to go through a different phase, which is the life of a traveler. Hallelujah. ഇതാണ് യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ലക്ഷ്യം വേണം, അല്ലേ?
ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഈ ലോകത്ത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ധരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ പശുവിനെ പോലെ എവിടെ പുല്ലിട്ടെന്ന് അന്വേഷിച്ച് നടക്കുന്ന അവരോട് ക്രിസ്തു പറഞ്ഞ ഒറ്റ കാര്യം, മുമ്പേ നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുക. ഇതാണ് മത്തായി 6:33. മുമ്പേ നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുക മീൻസ് നിങ്ങളുടെ ദർശനം ദൈവരാജ്യമാക്കുക. അതിന്റെ അർത്ഥം നിങ്ങൾക്കൊരു യാത്രയുണ്ട്. മുമ്പേ നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുക. ഒരു ബസ് പോകുന്നതിന് മുമ്പ് അതിന്റെ കണ്ടക്ടർ ചെയ്യുന്നൊരു കാര്യം കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഡ്രൈവർ ഉടനെ തന്നെ എങ്ങോട്ടേക്കാണ് യാത്ര ചെയ്യുന്നത്? ഇപ്പൊ ബാംഗ്ലൂർക്കാണെങ്കിൽ ബാംഗ്ലൂർ സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ പേരെഴുതിയ ആ ബോർഡ് എടുത്ത് അവിടെ വെച്ചിട്ട് അടയ്ക്കും. ആര് കണ്ടാലും അത് എങ്ങോട്ട് പോവാ? ബാംഗ്ലൂര്. ഇതുപോലെ നമ്മൾക്ക് കർത്താവ്, നമ്മുടെ നായകൻ നമുക്ക് ബോർഡ് വെച്ച് സെറ്റ് ചെയ്തു. എങ്ങോട്ടേക്കാണെന്നറിയാം? ഈ വണ്ടി ദൈവരാജ്യത്തിലേക്ക്. ഹല്ലേലൂയ. അപ്പോ ഒരു യാത്രക്കാരനായി മാറുകയാണ് ആദ്യം. താഴേക്ക്. In the word of God, Jesus Christ says to those who are wondering, what will I eat, what will I drink, what will I wear, these are the consumers, these are the people who are walking by sight. To them Jesus Christ says, seek ye first the kingdom and everything will be added to you. So Jesus Christ is saying your vision should be different. You shouldn't focus on these things but seek something else. Just like a bus, when a bus is in motion, before the bus starts, the conductor changes the board on the bus, or if it's an electronic board, changes the electronic message to tell this is the destination. In the same manner, Jesus Christ has sealed a destination on our head, and we should be traveling to that destination. ഇങ്ങനെ ഡെസ്റ്റിനേഷൻ ചേഞ്ച് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ പൗലോസ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ യാത്ര ചെയ്യുകയാണ്. എങ്ങനെ യാത്ര ചെയ്യുന്നേ? പിൻപിലുള്ളതിനെ ഞാൻ മറക്കുന്നു, മുൻപിലുള്ളതിനെ ഞാൻ ലക്ഷ്യമാക്കുന്നു. അങ്ങനെ ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ സമ്മാനത്തിനായി ഞാൻ അതിവേഗം ലാക്കിലേക്ക് ഓടുകയാണ്. So a person like that, whose destination was changed by Jesus Christ, is the Apostle Paul. And how is he traveling? He says that he is a traveler. And how is he traveling? He is leaving behind, forgetting what is behind him and moving forward with the hope of the crown that is before him. ഇതാ നമുക്ക് നായകനായ യേശു ബോർഡ് സെറ്റ് ചെയ്യുന്ന വചനം വായിക്കാം. അതിനുശേഷം ക്രിസ്തുവെ അനുഗമിക്കുന്ന യാത്രക്കാരനായ പൗലോസ് യാത്ര ചെയ്യുന്നതും വചനം വായിക്കാം. മത്തായി 6:33 യേശു ക്രിസ്തു ബോർഡ് സെറ്റ് ചെയ്യുകയാണ്. എവിടെയാ ബോർഡ് സെറ്റ് ചെയ്യണമെന്ന് അറിയാമോ? ഇവിടെ കിടന്ന് കുഴയിഞ്ഞ് എന്ത് തിന്നു എന്ത് കുടിക്കുന്ന അന്വേഷിച്ചവർക്കാണ് ബോർഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പോ അതിന്റെ തൊട്ട് മോളിൽ നിന്ന് വായിച്ചു. ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തു ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. ഈ ഒരു അറിവ് ശരിക്കും നമുക്കൊന്ന് ഉണ്ടായെങ്കിൽ, ഒരു വിശ്വാസം ഉണ്ടായെങ്കിലുണ്ടല്ലോ, നമുക്ക് വേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ലൈക്ക് എ മാഗ്നറ്റ് നമ്മുടെ പുറകെ എത്തും. ഇത് വിശ്വാസമായി മാറണം. ഹല്ലേലൂയ. ഒരു മാഗ്നറ്റ് പിടിക്കുമ്പോൾ പിന്ന്, മുട്ടുസൂചി, അതൊക്കെ വരല്ലേ? ഹല്ലേലൂയ. ഇതാ സ്വർഗീയ പിതാവിനെ കുറിച്ച് യേശു പരിചയപ്പെടുത്തരിക. നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്റ്റാർട്ട് യുവർ മാഗ്നറ്റ്. എന്താണ് ആ മാഗ്നറ്റ്? 33. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ അവിടെ കാണുന്ന ഒരു കാര്യം, ഈ മാഗ്നറ്റിക് ക്രെയിൻ ഉണ്ട്. സാധാരണ നമ്മൾ കാണുന്ന ക്രെയിൻ അല്ല, മാഗ്നറ്റിക് ക്രെയിൻ. വലിയ വലിയ ഉരുക്കിന്റെ പ്ലേറ്റുകളുണ്ട്. അത് ഭയങ്കര പ്ലേറ്റുകൾ. അതുകൊണ്ട് അവിടെ നടക്കുമ്പോൾ വലിയ ഷൂ ഒക്കെ ഇട്ടാണ് തരുന്നത്, വലിയ സേഫ്റ്റി ഷൂ ഇട്ട് തരുന്നത്. അപ്പോൾ അതിലൂടെ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഈ ക്രെയിൻ വന്ന് ഇതിൽ മുട്ടിക്കിടക്കും, പക്ഷേ ഇത് പിടിക്കത്തില്ല, അതായത് അട്രാക്ട് ചെയ്യത്തില്ല. പക്ഷേ ആ ക്രെയിനിൽ ഒരു ഇലക്ട്രിക് സ്വിച്ച് ഉണ്ട്. അത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഈ മുട്ടിക്കിടക്കുന്ന ഭാഗങ്ങളൊക്കെ മാഗ്നറ്റ് ആകും. മാഗ്നറ്റ് ആകുമ്പോൾ ഈ ഉരുക്ക് പ്ലേറ്റ് ടക്ക് എന്നും പറഞ്ഞാൽ കയറി പിടിക്കാം. ഹല്ലേലൂയ. തുടർന്ന് അത് പൊക്കിയെടുത്ത് എവിടെയാന്ന് കൊണ്ടുവയ്ക്കും. ഇതേപോലെ തന്നെ ഇതാ നമ്മൾ എത്ര മുട്ടിക്കിടന്നാലും കാര്യമില്ല. അവിടെ കർത്താവ് പറയുന്നു, ഒരു കാര്യം ചെയ്യണം, ഇതൊക്കെ ദൈവം അറിയുന്നു ഇതൊക്കെ വേണമെന്ന്.
നിനക്കത് കിട്ടാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. നീ നിന്നെ ഒന്ന് മാഗ്നറ്റൈസ് ചെയ്യാമോ? ഒറ്റ കാര്യം, നിന്റെ ചിന്ത മുഴുവൻ മുമ്പേ ദൈവരാജ്യമായിരിക്കട്ടെ, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ പ്രവർത്തിക്കുന്നതായിരിക്കട്ടെ. ഇതൊക്കെ നിന്നെ പിന്തുടരും. So, first let us see how Jesus Christ changed the board of the bus and then how that impacted the passenger. Let's first look at the verse where Jesus Christ changed the board. I'm reading from Matthew 6 verse 31 onwards. So do not worry saying, what shall we eat, or what shall we drink, or what shall we wear? For the pagans run after all these things, and your heavenly Father knows that you need them. But seek first his kingdom and his righteousness, and all these things will be given to you as well. So here Jesus Christ says that first, as long as you first seek the kingdom of the Father, all these things will be given to you. You'll be like a magnet. So whatever needs you have, it will automatically get attracted to you. Whatever you need, it will automatically get attracted to you. So in Cochin Shipyard, there is, if you have gone through and see how they load things, you have huge cranes that go and touch certain metal containers, and although it touches there, it does not catches it. That's like how a human being is. You may need something, but you may not catch it. But to catch it, you need to magnetize yourself, and to magnetize, you need to seek first all this kingdom, seek first his kingdom and righteousness. So once you do that, just like in the Cochin Shipyard, they turn on a switch, then that crane immediately become magnetized, and the container becomes attached to that, get attracted and attached to that crane. In the same manner, whatever you need will be attached to you. ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു, ഞാനും ദൈവരാജ്യമാണല്ലോ അന്വേഷിക്കണേ. കുഞ്ഞെ, നീ ദൈവരാജ്യം അന്വേഷിച്ച പിന്നെ ശരിക്കും പറഞ്ഞിട്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതാ യേശു പറഞ്ഞേ, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം ഞാൻ ദൈവരാജ്യത്തില്ല. പക്ഷെ നിനക്ക് സ്വയം എല്ലാം ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് നല്ലൊരു പങ്കും ചിന്തിച്ചാൽ മതി. ദൈവരാജ്യം ഒന്നുമല്ല അന്വേഷിക്കണേ, പിന്നെ എന്നെ അന്വേഷിക്കണേ? എൻ്റെ സ്വന്തം രാജ്യം, എൻ്റെ സ്വന്തം ഇഷ്ടങ്ങളാണ് അന്വേഷിക്കുന്നത്. ദൈവരാജ്യം അന്വേഷിക്കുന്ന ഒരാൾക്ക് യേശു വ്യക്തയോട് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല. Now you may be wondering, oh, I too am seeking the kingdom of God. But then let me tell you, if you are seeking the kingdom of God, you will not be able to do anything by yourself. Jesus Christ says that I am not able to do anything by myself. In the same manner, if you are seeking the kingdom of God, you will not be able to do anything by myself, that by yourself. If you are able to do things by yourself, then it's not kingdom of God you are speaking, it's your own kingdom. ശ്രദ്ധിച്ച മക്കളെ, യേശുക്രിസ്തു പലയിടത്തും പറയാറുണ്ട്, യഹൂദന്മാർ അതും ഇതൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ, എനിക്ക് നിങ്ങളോട് പലതും പറയാനുണ്ട്, എനിക്ക് നിങ്ങളോട് പലതും പറയാനുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. കാരണം എന്നെ അയച്ചവൻ എന്നാ പറഞ്ഞത് അത് മാത്രമേ പറയുന്നുള്ളൂ. ഇതാണ് ദൈവരാജ്യക്കാരുടെ പ്രത്യേകത. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലരും പലതും വന്ന് പറയുമ്പോൾ നമുക്ക് പലതും പറയാനുണ്ടാകും, പക്ഷെ നമ്മളത് അടക്കും. നിങ്ങൾ ദൈവരാജ്യക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളങ്ങ് പറയും, അതോടുകൂടെ കുളമാവും. മനസ്സിലായോ? പക്ഷെ നിങ്ങൾ ദൈവരാജ്യക്കാരാണെങ്കിൽ നിങ്ങളത് പറയാതെ മിണ്ടാതിരിക്കും, യേശുവിനെ പോലെ. കാരണം നമുക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല, പിതാവ് വേണം നമ്മളോട് പ്രവർത്തിക്കാൻ. So in the Bible, as Jesus Christ says, I will not say everything I tell you is told to me by my Father. The same manner, if you are someone guided by the Spirit of God, then you may, when somebody comes and says something to you, you may have something to say, but you won't say it. You'll only say what the kingdom of God asks you to say. ഹലോ, എൻ്റെ മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കിയത്? ഈ ഒരു രീതി വെച്ച് നമ്മളെ തന്നെ പരിശോധിച്ചോ. നമ്മളങ്ങനെയല്ല, നമുക്ക് വായി കാണി തോന്നണൊക്കെ അങ്ങ് പറയും. മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മുടെ രാജ്യമായതുകൊണ്ടാ, നമ്മുടെ രാജ്യമായതുകൊണ്ടാ. ദൈവരാജ്യക്കാർ അങ്ങനെയൊന്നും പറയില്ല, ദൈവരാജ്യക്കാരൻ അങ്ങനെയൊന്നും പറയത്തില്ല. നമുക്ക് നമ്മളെ ഒന്ന് പരിശോധിക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളല്ലാത്തതിന് നമ്മളാണെന്ന് പറയുക. അങ്ങനെ ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ ചതിക്കുകയാണ്. ഹല്ലേലൂയ. So this is a test that you can run on your own self. Like, do you say whatever you want to say? Like, because if you are of the kingdom of God, then you will not be able to do that. But if you are telling whatever you want to say, then you are probably not driven by the kingdom of God. ശരിക്കും പറഞ്ഞാൽ ദൈവരാജ്യക്കാരനായി കഴിഞ്ഞാൽ നിങ്ങൾ അതോറിറ്റിയുടെ കീഴിലായി.
നിങ്ങളെ തന്നെ പൂർണ്ണമായും ട്രാൻസ്ഫർ ചെയ്തു. അതായത് നിങ്ങളുടെ പ്രോപ്പർട്ടി വേറെ ആക്കി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അതേപോലെ നമ്മൾ ദൈവത്തിൻ്റെതായി മാറും. ഇനി ദൈവമാണ് ദൈവത്തിന്റെ പ്രോപ്പർട്ടിയിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. ആ ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്രോപ്പർട്ടിയുടെ കാര്യം മുഴുവൻ ഉടമസ്ഥൻ നോക്കിക്കോളും. എന്ത് തിന്നണം, എന്ത് കഴിക്കണം, എങ്ങനെ പോകണം, അതെങ്ങനെ വേണമെന്ന് ഉടമസ്ഥൻ നോക്കും. So if you become a member of the kingdom of God, you have transferred yourself completely to God. So just like you transfer property, in the same manner your own self you have transferred to God. So you cannot determine what you need to do, but at the same time it is now the God's duty to take care of you. What you need to eat, what you need to drink, your owner will take care of you. ഹല്ലേലൂയ. മക്കളെ, നമ്മൾ കീഴടങ്ങിയിരിക്കുകയാണെങ്കിൽ ദൈവത്തിന് ഇത് കാണിക്കുന്നത് നമ്മൾ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുമ്പോൾ ദൈവം നമ്മളുടെ കാര്യങ്ങളെല്ലാം നോക്കും. അതായത് നാം ദൈവത്തിൻ്റെതാണെങ്കിൽ ദൈവം നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കും. നാം ദൈവത്തിൻ്റെതല്ലാതെ സ്വയം ഭരണത്തിലേക്ക് നാം കടന്നു പോയാൽ പിന്നെ അവനവൻ നോക്കിക്കൊള്ളണം. നീ ദൈവത്തിൻ്റെതല്ല, നീ നിന്റേതാ, നീ നിന്റെ കാര്യം നോക്കിക്കോ. Hallelujah. So what this shows is that if you belong to God, if you are God, if you are subjected yourself to God, then God will take care of all your needs, because it's God's, because you are now God's, and He will take care of all your needs. On the other hand, if you belong to your own self, if you are subjected only to yourself, then you will have to take care of your needs. Hallelujah. നമ്മൾക്ക് വീട്ടിൽ വളർന്നപ്പോൾ നമ്മൾ കൊച്ചു കുട്ടികളായിരുന്നു, നമ്മൾ അപ്പനും അമ്മയ്ക്കും കീഴടങ്ങിയിരുന്നു, അല്ലേ? കീഴടങ്ങിയിരുന്നപ്പോൾ നമ്മുടെ സകല കാര്യം നോക്കി നടത്തിയത് ആരാ? അപ്പനും അമ്മയാ, അല്ലേ? പക്ഷെ നമ്മൾ കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വന്തം ഇഷ്ടങ്ങൾ അങ്ങ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ കുറേയൊക്കെ അപ്പൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് മാറാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പൻ്റെ അമ്മയുടെ അടുത്ത് മാറാൻ തുടങ്ങി. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമ്മൾ നോക്കി മൂവ് ചെയ്യാൻ തുടങ്ങി, ഇല്ലേ? എന്നാൽ ദൈവരാജ്യത്തിന് നേരെ വിപരീതമാണ്. ദൈവരാജ്യത്തിൽ പറയുന്നൊരു കാര്യം, നിങ്ങൾ സ്വയക്കാരായിരിക്കുന്ന നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. So just like when you were a child, you are subject to your parents. You obeyed your parents. You did whatever they asked you to. But this also meant that whatever you required, it was provided to you by your parents. But as you grow up, as you began to gain more knowledge, you try to become independent from your parent. But the kingdom of God is in the opposite direction. The word of God says that you should turn and become like children. So as long as you become like children and subject yourself to your Father in heaven, He will take care of all your needs. Hallelujah. തിരിഞ്ഞു വന്നിട്ടൊരു കൊച്ചിന് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സകലതും തന്റെ മാതാപിതാക്കന്മാരെ ആശ്രയിക്കുന്നത് പോലെ യേശുക്രിസ്തു പറഞ്ഞിട്ടല്ലേ? നമ്മൾ പറയുന്ന യേശുവിനെല്ലാം ചെയ്യാൻ പറ്റും. യേശു പറയുന്നത് എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. അതേ ലെവലിലേക്ക് ഇതാ കടന്നു വരികയാണ്. യേശുവിന് ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല, യേശുവിന് കഴിവില്ലാഞ്ഞിട്ടല്ല. കാരണം തൻ്റെ ആരോഗ്യവും തൻ്റെ കഴിവും തൻ്റെ ഇൻഫ്ലുവൻസും എല്ലാം തൻ്റെ അപ്പൻ തന്നതാ, തൻ്റെ അപ്പൻ്റെതാ. Just like a child, he is not able to do anything by himself. He will depend on his parents for every need. In the same manner, he is someone who is in the kingdom of God. As Jesus Christ says, I am not able to do anything by myself. I only do whatever the Father shows me to do. And in the same, it's not that Jesus Christ is not able to do anything by himself, but just like a child, he has given himself over to God the Father, so that God the Father will guide him on whatever and do whatever God the Father wants him to do. ഇതാ നമ്മൾ കേട്ടു. അതിന്റെ സെക്കൻഡ് സെക്ഷൻ, നമ്മൾ കൺസ്യൂമറിൽ നിന്നൊരു കോൺട്രിബ്യൂട്ടറിലേക്ക് വരണമെങ്കിൽ നമ്മളൊരു ട്രാവലർ ആകണമെന്ന് കേട്ടു. അതാ യേശുക്രിസ്തു ബോർഡ് സെറ്റ് ചെയ്തു. ട്രാവലറിന് വേണ്ടി മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, ദൈവരാജ്യത്തിൽ ബോർഡ് സെറ്റ് ചെയ്തു. ഇതാ തുടർന്ന് യേശുവിനെ അനുഗമിക്കുന്ന പൗലോസ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം 13-14 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു. അതെന്താണ്? യേശു എനിക്ക് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പിൻപിലുള്ളതിനെ മറക്കുകയാണ്. കാരണം ഈ പിൻപിലുള്ള ജീവിതം ഒരു മൊമെന്ററി ലൈഫ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാനത് അറിഞ്ഞാലും അറിഞ്ഞില്ല, ഒരു മൊമെന്ററി ലൈഫ് മാത്രമേ ഉള്ളൂ. പിൻപിലുള്ളതിനെ ഞാൻ മറന്ന് മുൻപിലുള്ളതിനെ
ആ സ്വകീയമായ ജീവിതത്തിന് വേണ്ടി ഞാൻ പിൻപിലുള്ളതിനെ മറന്ന് ഞാൻ യാത്ര ചെയ്യുകയാണ് എൻ്റെ ഹൃദയം കൊണ്ട്. So, as we discussed earlier, first we were looking at how Jesus Christ sets the board in the bus. In the same manner, Jesus Christ has set the board, your destination. Now, what happens to you after Jesus Christ has set the destination? It's in, we can look at Apostle Paul's example, Philippians chapter 3, verse 13 and 14. But one thing I do, forgetting what is behind and straining toward what is ahead, I press on toward the goal to win the prize for which God has called me heavenward in Christ Jesus. വായിച്ചാട്ടെ മലയാളത്തിൽ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഇങ്ങനെ നാം ലാക്കിലേക്ക് ഓടുമ്പോൾ പ്രിയ സഹോദരങ്ങളെ എന്ത് സംഭവിക്കുന്നറിയാമോ? ഇങ്ങനെ നാം ലാക്കിലേക്ക് ഓടുമ്പോൾ നാം ഹെവൻലി കണ്ടക്ടേഴ്സ് ആയിട്ട് മാറും. ഹല്ലേലൂയ. ഹെവൻലി കണ്ടക്ടേഴ്സ് ആയിട്ട് നാം മാറുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. അതായത് ഒരു ചാലകമായി മാറും. നാം ദൈവത്തെ ഭൂമിയിലേക്ക് കണ്ടക്ട് ചെയ്യും, വെളിപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിൽ ഈ ലോകത്ത് ഒരു അനുഗ്രഹമായി തീരും. So let me read that verse again. What happens to Apostle Paul after he is in the kingdom of God? But one thing I do, forgetting what is behind and straining toward what is ahead, I press on toward the goal to win the prize for which God has called me heavenward in Christ Jesus. Now, once you do this, what happens is that you become a conductor of God. You become a channel of God by which God can reveal His thoughts to this world. ഹലോ, കേൾക്കുന്നുണ്ടോ? നമ്മൾ ഈ ലോകത്തിനൊരു അനുഗ്രഹമായിട്ട് മാറും. നമ്മളാരാ? കോൺട്രിബ്യൂട്ടറായി, ഇല്ലേ? ഈ ലോകത്തുള്ളവർക്ക് എങ്ങനെയാ? തന്നേ പറ്റൂ അങ്ങനെയല്ലേ? ആര് തരണം? ഒന്നിലെ അയൽക്കത്തുകാരൻ തരണം, അല്ലെങ്കിൽ പള്ളി തരണം, അല്ലെങ്കിൽ മന്ത്രി തരണം, അല്ലെങ്കിൽ MLA തരണം. തന്നില്ലെങ്കിൽ കൊടി പിടിക്കും. തന്നേ പറ്റൂ. എന്ത്? ഞാൻ തിന്നുന്ന ആളാ. തന്നേ പറ്റൂ. പക്ഷേ സ്വർഗത്തിൽ നിന്ന് വരുന്ന അവര് കോൺട്രിബ്യൂട്ടേഴ്സാണ്. ഞാൻ വന്നത് നിങ്ങൾക്ക് തരാനും അത് സമൃദ്ധിയായി തരുവാനുമാണ്. അപ്പൊ നിങ്ങളൊരു അനുഗ്രഹമായി മാറുകയാണ്. So, if you look at the life of a consumer, it's always give. Either the government must give, or the minister must give, or whatnot. But once you become a contributor, you are the one who is giving from God to you. You provide, because now that's what you do. തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? കോടി പിടിക്കും. അല്ലെങ്കിൽ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? മോഹം നിർപ്പിക്കും, ഇല്ലേ? ശരിയല്ലേ? എന്നാൽ ഇതങ്ങനെയല്ല. കോൺട്രിബ്യൂട്ടറായി തിരികെ എല്ലാം കൊടുത്ത് മൂവ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് ദൈവം മാറ്റുവാനിടയാണ്. ഹല്ലേലൂയ. അപ്പോ നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ലോകത്തിന് മൊത്തം വെളിച്ചം കൊടുക്കും. എന്ത് കൊടുക്കും? വെളിച്ചം. അപ്പൊ നിങ്ങളായിരിക്കും സൂര്യൻ തരുന്ന ഈ വെളിച്ചമാണ്. ഈ വെളിച്ചത്തിന്റെ കാര്യമല്ല പറയുന്നേ. നമ്മൾ വാ തുറന്നാൽ നമ്മുടെ ജീവിതം നോക്കുമ്പോൾ തന്നെ മറ്റവനൊരു വെളിച്ചം. ഇയാളെന്താ ഇങ്ങനെ ജീവിക്കണേ? ഇയാളെന്താ ഇങ്ങനെ ജീവിക്കണേ? ഇതൊരു വെളിച്ചമായി തീരുവാനായിട്ട് ഇടയാകും. ആ വ്യക്തിയുടെ ജീവിതം ഒരു സന്ദേശമായി മാറും. So, if you are a consumer, you are always give it to me. You are always asking for something, and if it's not received, you become angry, or your face changes, etc. But if you are a contributor, you are always thinking about providing. You change to a level where you are providing to everyone. And one of the things that you provide is light. And by light, we do not mean these lights or the lights of sun or moon, but light from God. ഒരു എക്സാമ്പിൾ പറയാം. ലോകത്തുള്ളവരെല്ലാവരും എന്തിന്റെ പുറകെ ഓടുക? ഓൾമോസ്റ്റ് എല്ലാവരും പണത്തിന്റെ പുറകെ ഓടുന്നു. ശ്രദ്ധിച്ചേ, ഇതാ എല്ലാ സാറ്റർഡേയും സ്വർഗത്തിൽ ഞങ്ങളെ പരസ്യോധന അയക്കുന്നു. ഈ പരസ്യോധന അയക്കുമ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ പലരും ചിന്തിക്കും,
ഇയാൾക്കിത് എന്തിൻ്റെ കേടാണ് അല്ലേ? ഞങ്ങളാണെങ്കിൽ പൈസയുടെ പുറകെ ഓടിയിട്ടും കിട്ടണില്ല. ഇദ്ദേഹത്തിന് അവിടെ സ്ഥാപനമുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, വണ്ടിയുണ്ട്, വീടുണ്ട്, ബിസിനസ് ഉണ്ട്. എന്നിട്ട് ഇദ്ദേഹം അതിന്റെ പുറകെ ഓടാതെ ഈ തെരുവിൽ നിന്ന് ആളുകൾ കളിയാക്കത്തക്ക വണ്ണം ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നേ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോ ചിലരുടെയെങ്കിലും ഉള്ളിൽ നിന്ന് തെളിയും, ഇതിലെന്തോ ഒരു സന്ദേശം കിടക്കുന്നുണ്ടല്ലോ. ആ സന്ദേശം ലോകത്തിന്റെ വെളിച്ചമായി തീരും. So every Saturday, as you know, we go for public meetings and we preach. Pastor preaches to everybody, to different audiences in different places, and many of them may be thinking, what is wrong with this person? He is wealthy, he has all this business, house, cars, everything, but he's coming to the street and wasting his time preaching like this. But some of them, at least some of them, may realize, if they think through, that there is something to it, that the message that is being given is a light to the world. ഹല്ലേലൂയ. മാത്രമല്ല, നിങ്ങൾ വീണ്ടും പ്രൊവൈഡറാണ്. യേശു പറഞ്ഞു, ഞാൻ വന്നത് വെളിച്ചം തരാൻ വേണ്ടി മാത്രമല്ല, ജീവൻ തരുവാനും ജീവൻ സമൃദ്ധമായി തരുവാനുമാണ്. എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ ജീവനുണ്ട്. ഹല്ലേലൂയ. നിങ്ങളും എന്നെ പോലെ ലൈഫ് ഗീവിംഗ് സ്പിരിറ്റ്സ് ആയിരിക്കും. നിങ്ങൾ സംസാരിക്കുമ്പോ തിരുവെഴുത്ത് പറയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അതിന് അർഹതയുള്ള വ്യക്തികൾക്കൊക്കെ അത് ലഭ്യമാകാനായിട്ട് ഇടയാകും. Now, when you do this, you actually become, when you actually believe in God, when you preach, you actually become a provider, because Jesus Christ says that I came to give life and give life in abundance. And if those who believes in me, out of them shall flow rivers of life. And that's what you change into when you become a contributor. ഹല്ലേലൂയ. ഈ ലൈഫ് ഒഴുകുമ്പോൾ എല്ലാവർക്കും ലൈഫ് കിട്ടത്തില്ല കേട്ടോ. ലൈഫ് ഒഴുകുമ്പോൾ എല്ലാവർക്കും ലൈഫ് കിട്ടത്തില്ല. ഇതിന്റെ വചനം പറയുന്ന ദൈവപ്രസാദമുള്ളവർക്ക് കിട്ടും. ഹല്ലേലൂയ. ദൈവപ്രസാദമുള്ളവർക്ക് കിട്ടും. ഇതേപോലെ തന്നെ ഗവൺമെന്റ് എന്തെങ്കിലും സാധനം കൊടുക്കുമ്പോൾ എല്ലാവരും ഓടിച്ചെന്നു. അപ്പോൾ അവർ ചോദിക്കും, യോഗ്യത ഉണ്ടോ? റേഷൻ കാർഡ് കാണിച്ചേ. എന്താ റേഷൻ കാർഡ്? ഇതാ വെള്ളയാ, വെള്ളക്കാർക്കില്ല. പിന്നെ ഏത് റേഷൻ കാർഡാ? മഞ്ഞയാണെങ്കിൽ തരും. അപ്പൊ എല്ലാവർക്കും എല്ലാം ഗവൺമെന്റ് കൊടുക്കത്തില്ല. ഹല്ലേലൂയ. ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ഹല്ലേലൂയ. Now, one thing to note is that just because this river of life is flowing does not mean that everybody will get life out of it. Only those who have received the favor of God will get life out of it. Just like a ration card, if you go to a ration shop, they will say, "Oh, you have white ration card, not yellow ration card. Hence, you don't receive this." It's exactly like that. ഹല്ലേലൂയ. നമ്മൾ എവിടെ ചെന്നാലും അവിടെ പ്രകാശം കൊടുക്കണം, ജീവൻ കൊടുക്കണം. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ശ്രദ്ധിച്ച്, എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ചിലരെ കണ്ടിട്ടുണ്ടോ? നിങ്ങളവിടെ പോകാതിരിക്കുമായിരുന്നു നല്ലത്. ദയവ് ചെയ്ത് നിങ്ങളവിടെ പോകരുത്. നിങ്ങൾ വെളിച്ചമാ, നിങ്ങൾ ജീവനാ. അതിന്റെ ഓപ്പോസിറ്റും ക്യാരി ചെയ്തുകൊണ്ട് പോകരുത്. ഹല്ലേലൂയ. നിങ്ങളൊരു വീട്ടിൽ കയറിയാൽ നിങ്ങൾ ചെന്നതുകൊണ്ട് ആ വീട് അനുഗ്രഹം പ്രാപിക്കണം. നിങ്ങളൊരു സഭയിൽ കയറിയാൽ നിങ്ങളവിടെ ഉള്ളത് കൊണ്ട് മറിയ എലിസബത്തിനെ വന്ദനം ചെയ്തതുപോലെ ജീവൻ വ്യാപരിക്കണം. ഹല്ലേലൂയ. അല്ല, മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടായി ചെല്ലരുത്. നിങ്ങൾ ഈ ലോകത്തിന്റെ അനുഗ്രഹമാ, ഈ ലോകത്തിന്റെ വെളിച്ചമാ. അങ്ങനെ ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടുവാൻ ഇടയാകും. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുവാനിടയാകും. Now, if you are a contributor, whenever you go, you will be giving life and light. Now, if you go with an expression that is not conducive to that, then don't go, because just like if you are a contributor, if you are a child of God, when you go to a house, just because you went there, that house should be blessed. Just like Mary went to the house of Elizabeth,
Elizabeth was blessed, in the same manner, wherever you go, you should be blessed. That's how a contributor should be. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, Lord, I love you. ദൈവം അന്വേഷിക്കുന്നത് ഫലമാണ്. ദൈവം അന്വേഷിക്കുന്ന ഇലയല്ല. ഇപ്പോഴും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ദൈവം അന്വേഷിക്കുന്നത് ഫലമാണ്, ദൈവം അന്വേഷിക്കുന്നത് ഇലയല്ല. നമ്മളിലെ ഫലം എന്ന് പറയുന്നത് നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടണം. മീൻസ് ഗോഡ്സ് കണ്ടക്ടേഴ്സ്. സ്വർഗത്തെ ഭൂമിയിൽ കണ്ടക്ട് ചെയ്യുന്ന പുതിയ സൃഷ്ടികൾ. പഴയ സൃഷ്ടി കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ഇവിടെ എന്തെങ്കിലും വായിച്ച് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. മറ്റതങ്ങനെയല്ല, ഗോഡ് കണ്ടക്ടേഴ്സ് ആണ്. ദൈവത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തുക. ഇതാണ് യേശു പറഞ്ഞത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എങ്ങനെയാണ്? പിതാവ് എന്നിൽ വസിച്ച് എന്നിലൂടെ ഭൂമിയിലേക്ക് വെളിപ്പെടുന്നു. ഇതാണ് ദൈവപുത്രന്മാർ. ഗോഡ്സ് കൈൻഡ്, ജീസസ് കൈൻഡ്. ഹല്ലേലൂയ. അങ്ങനെ നാം ആയിത്തീരണം. അതാണ് ഫലം. സർവപ്രപഞ്ചവും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി ഈറ്റുന്നോടെ കാത്തിരിക്കുക. ഇത് നമ്മളിൽ സംഭവിക്കണം. വീണുപോയ മനുഷ്യനായിട്ടല്ല നമ്മളെ കാണേണ്ടേ, സ്വർഗത്തിലെ നമ്മുടെ അപ്പനെ നമ്മിലൂടെ കാണും. Now, one thing to note is that God is not looking for leaves, but for fruit. And what is fruit? What fruit is when you are revealed as a son of God. Because when you are revealed as a son of God, you will become conductors of God. You will become channels of God. You will be revealing God on earth. Just like Jesus Christ said, those who have seen me have seen the Father. In the same way, you will be revealing God on earth. And that's what God is looking for. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ധാരാളം ഇലകൾ. അതായത് ശരിക്കും പറഞ്ഞാൽ പണി ഭയങ്കര പണിയാണ്, പക്ഷെ റിസൾട്ട് ഇല്ല. എന്നെ കർത്താവ് കാണിച്ചത് ഇന്നത്തെ ക്രിസ്തീയ ലോകമാണ്. സുവിശേഷീകരണം, ഉപവാസ പ്രാർത്ഥന, പിന്നെ മാസമാസമുള്ള പദ്ധതികൾ എല്ലാം ഉണ്ട്. പക്ഷെ എന്തുമാത്രമില്ല, ഫലം, ദൈവപുത്രന്മാരുടെ പ്രൊഡക്ഷൻ ഇല്ല. പണി കണ്ടാനാ, വർക്ക് റിപ്പോർട്ടിന് കണ്ടാനാ, പക്ഷെ റിസൾട്ട് ഇല്ല. യേശുക്രിസ്തു എന്നറിയാമോ? ഒരിക്കല് അങ്ങനെ ഒരു സംഭവത്തെ കണ്ടു. യേശുക്രിസ്തു അതിനെ പുറത്താക്കി. കാരണം ഫലമില്ലാത്ത നീ ഇനി വേണ്ട, നിന്നിൽ ഇനി ഒരു നാളും ഒരു കാലവും ഫലമില്ലാതെ പോട്ടെ, പുറത്താക്കി കളഞ്ഞു. That is the final stage. So a tree that is filled with leaves but has no fruit in it. That is how much of the churches in modern day are. There is lot of work that is happening, work over work, but there is very little result out of that work. That is how much of the Christian world is. You have fasting prayers, you have weekly this prayers, etc., but there is no final result. And what Jesus Christ did for that is that, as we see in the gospel, Jesus Christ asked the tree, curse the tree, that let you no longer bear any fruit. ശ്രദ്ധിച്ചേ, ഇത് യേശുവാ ചെയ്തേ. സ്വർഗീയ പിതാവിനെയും യേശുവിനോട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, യേശുവിനാണ് പ്രത്യേകിച്ച് കുറച്ചും കൂടി ക്ഷമയുള്ളത്. കാരണം ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൽ സ്വർഗീയ പിതാവ് തോട്ടക്കാരനായ യേശുവിന്റെ അടുക്കൽ വന്നപ്പോ, ഇതാ ഫലം തരാത്ത വൃക്ഷത്തെ സ്ഥലം മെനക്കെടുത്തരുത്, വെട്ടിക്കളഞ്ഞേക്കാൻ പറഞ്ഞപ്പോ ഉടനെ ക്രിസ്തു പറഞ്ഞു, 1 വർഷം കൂടി ഒന്ന് നിൽക്കട്ടെ, എന്നിട്ട് ഫലം തന്നില്ലെങ്കിൽ വെട്ടിക്കളയാം. പക്ഷെ അതേ യേശു മത്തായി 21:19 പറയുകയാണ്, ഫലം നോക്കി വന്നിട്ട് കാണുന്നില്ല, ഇനി നിന്നിൽ ഫലം കാക്കാതിരിക്കട്ടെ. അന്ന് ആ അത്തിവൃക്ഷം ഔട്ടായി കരിഞ്ഞു. Now you should know that this particular incident is regarding Jesus Christ, but God the Father is actually stricter than even Jesus Christ. If you read the book of Luke chapter 13, God wants to cut down tree. God the Father wants to cut down tree that is not bearing fruit. But Jesus Christ replies, "Sir," the man replied, "leave it alone for 1 more year, and I'll dig it around it and fertilize it. If it bears fruit next year, fine. If not, then cut it down." But
Jesus Christ is more lenient, but even this Jesus Christ in Matthew chapter 21 verse 19, when he looked at a fig tree and he's searching for the fruit and finally cannot find the fruit, and finally curses it, saying, "Let you no longer bear any fruit," and the tree is withered. See, Matthew 21 verse 19 ഒന്ന് വായിച്ചു. യേശു ക്രിസ്തുവിന്റെ ആ കുറച്ച് ദിവസങ്ങളായി യേശു യാത്ര ചെയ്യുന്ന വഴിയാണത്. ജെറുസലേമും ബഥനിയും ഇടയിലുള്ള ഒരു വഴിയാണ്. അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു അത്തിവൃക്ഷ. യേശു ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് അതിൽ ഫലമുണ്ടോ. ഒരു നാള് യേശു ക്രിസ്തു അതിൽ നോക്കി, ഫലമില്ല, ഇനി നിന്നിൽ ഫലം വേണ്ട, ഔട്ട് എന്ന് പറഞ്ഞ് ഔട്ടാക്കുന്ന രംഗമാണ്. വായിക്കേ. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം വിശന്നിട്ട് വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ട് അടുക്കെ ചെന്ന് അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. So if you look at this incident is Jesus Christ is traveling from Bethany to Jerusalem. If you look at this context, you will see that he has been traveling for quite a few days, and there is a tree beside that road, and he looks into the tree and looks for fruit, but there is no fruit. So after all these days there is still not fruit, and what did Jesus Christ do to it? Jesus Christ told it, "May you never bear fruit again," and the tree withered. So let me read Matthew verse 21 verse 18, the verse in the Bible that is the basis of this. Early in the morning, as Jesus was on his way back to the city, he was hungry. Seeing a fig tree by the road, he went up to it, but found nothing on it except leaves. Then he said to it, "May you never bear fruit again." Immediately the tree withered. എൻ്റെ മക്കളെ, ഇതിലൊരു മെസ്സേജ് നമുക്ക് തരുന്നുണ്ട്. ശ്രദ്ധിച്ചോണം. ഈ സ്ഥലം എന്ന് പറയുന്നത് ജെറുസലേമും ബഥനിയും എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഏകദേശം 2 മൈലാണ്. വാക്കബിൾ ഡിസ്റ്റൻസാണ്. ബഥനിയിൽ യേശുക്രിസ്തു, ഞാൻ ചിന്തിക്കുന്നത് യേശുവിൻ്റെ ഒരു വാത്സല്യ കുടുംബമുണ്ട്, ലാസറസ് കുടുംബമുണ്ട്. അപ്പൊ രാത്രിയാകുമ്പോൾ അവിടെ വന്ന് താമസിക്കാം. നേരം വെളുക്കുമ്പോൾ ഈ വഴി വീണ്ടും ജെറുസലേം ദേവാലയത്തിലേക്ക് പോകും പഠിപ്പിക്കാനായിട്ട്. വൈകുന്നേരം തിരിച്ചു വരും. അങ്ങനെ ഇത് സ്ഥിരം റൂട്ടാണ്. മോളെ, ഞാനും നിങ്ങൾ യേശുവിന്റെ സ്ഥിരം റൂട്ടാ അല്ലേ? സ്ഥിരം റൂട്ടാ. ആ റൂട്ടിലൂടെ യേശു ഇങ്ങനെ പോകുമ്പോ എപ്പോഴും നമ്മളിൽ ഫലം അന്വേഷിക്കുന്നുണ്ട്. ഫലം ഇല്ലാതെ വന്നാൽ ഒരു നാൾ ചിലപ്പോ യേശു ഈ കടുങ്കൈ ചെയ്താൽ നമ്മൾ ഔട്ടാവും. അതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിച്ച് ഇതാ നമ്മളുടെ ജീവിതത്തിലൂടെ ദൈവപുത്രന്മാർ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. So dear brothers, this is a lesson for all of us. To give the context, so Jesus is traveling from Bethany to Jerusalem. Now distance between Bethany and Jerusalem is around 2 miles, and Jesus Christ is staying most probably at the house of Lazarus, which is his disciple, who are his disciple, the family of Lazarus in Bethany. And early in the morning he goes to Jerusalem to do his preaching, and it is on this route that, so it's a regular route that he travels, and it is on this route that this fig tree exists. In the same manner, realize that we are a regular route for Jesus Christ. We are followers of Christ, and we are regularly his route, and each time he's looking for fruit. And may it never happen that Jesus Christ does, after finding no fruit for a long time, Jesus Christ does something like that. So it's always be careful so that you to live your life in such a way that sons of gods will be revealed through you. Hallelujah. എൻ്റെ പ്രിയ മക്കളെ, ഈ ലൈഫിലേക്ക് കടന്നു പോവാം. ജീവിതത്തിൽ എപ്പോഴും ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുക. ഇതാ യേശു പറഞ്ഞ, നിങ്ങൾ ശിശുവിനെ പോലെ തിരിഞ്ഞു വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അവനവൻ തന്നെ അവനവനെ പരിശോധിക്കുക, ഞാൻ അങ്ങനെയാണോ? ശിശുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും തൻ്റെ അപ്പനെ അമ്മയെ ആശ്രയിക്കും. ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് നാം എല്ലാറ്റിലും ദൈവത്തെ ആശ്രയിക്കണം എന്നുള്ളതാണ്. So dear brothers, we should turn ourselves and become like little children
the speciality of little children is that for everything they do, they are depending on their parents. The same manner we should examine ourselves that whether we are depending on God the Father for everything. ശ്രദ്ധിച്ചേ, ഇനി മറ്റൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഫലം കൊടുക്കുക പോകുമ്പോൾ അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ലോട്ട് ഓഫ് കാഷ്വാലിറ്റീസ്, ധാരാളം വിഷയങ്ങൾ കയറി വരുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ അഹങ്കാരമാണ്. ശ്രദ്ധിക്കുക, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും, താഴ്മയുള്ളവർക്കോ ദൈവം കൃപ കൊടുക്കും. ദൈവവചനം പറയുന്നു, നാശത്തിന് മുമ്പേ നിഗളം. നിഗളം വന്നോ ഉടനെ അലാറം അടിക്കുകയാണ്, ബോംബ് വീഴാൻ പോകുന്നു. അവൻ എന്തോ സംഭവിക്കാൻ പോകുന്നു, അവൾക്കെന്തോ സംഭവിക്കാൻ പോകുന്നു. മാറിക്കോ, അടുത്തെന്ന് മാറിക്കോ. ഇറ്റ്സ് എ സൈൻ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ജീവിതം നയിക്കണം. The second thing to note, dear brothers, is that if you feel that I'm going to be a fruit and you are suddenly facing issues and casualties and whatnot, it's because of arrogance. As Bible says that before the fall comes arrogance. If there is arrogance within you, then be careful, because that's a precursor to something that's not something good, not something that's a precursor to something bad. So always humble yourself before God, because God will provide grace to those who are humble. സദൃശവാക്യം 16:18 വായിച്ച് വളരെ ശ്രദ്ധിച്ചോളണം. എന്തെങ്കിലും വരുന്നതിന് മുമ്പ്, ഇതാ ട്രെയിനിന്റെ ബോഗി വരുന്നുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാം. ആദ്യം അതിനു മുമ്പ് എഞ്ചിൻ വന്നിരിക്കും. എഞ്ചിൻ വന്നാൽ അതിന്റെ പുറകെ ബോഗി ഉണ്ടാവും. ഇതേപോലെ നിഗളം വന്നാൽ അതിന്റെ പുറകെ നാശം ഉണ്ടാവും. വായിക്കേ, നാശത്തിനു മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം. ഹല്ലേലൂയ. ഗർവം, ഉന്നതഭാവം. എന്തിനു മുമ്പേ? ആള് വീഴാൻ പോവുക. ഇതാ എഞ്ചിൻ മുമ്പ് പോയിട്ടുണ്ട്, ബോഗി പുറകെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഗർവിക്കരുത്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാഗുകൊണ്ട് അംഗീകരിക്കുകയും ചെയ്യുക. ഒരിക്കലും ഒരു രാജാവ്, ആ രാജാവ് ഇങ്ങനെ പറഞ്ഞു. ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണാം, നെബൂഖദ്നേസർ എന്ന് പറഞ്ഞ രാജാവ്, അദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞേ, ഓ, ഞാൻ എൻ്റെ ധനമഹാത്മ്യം കൊണ്ട് ഉണ്ടാക്കിയ മഹതിയാം ബാബിലോൺ അല്ലയോ. ഈ വാക്ക് രാജാവിൻ്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നിന്റെ രാജത്വം നിന്നിൽ നിന്ന് നീങ്ങിയിരിക്കുന്നു. എപ്പോ വരെ? മനുഷ്യന്റെ രാജത്വത്തിന് മുകളിൽ അത്യുന്നതനായ ദൈവം വാഴുന്നുവെന്നും തനിക്ക് ബോധിച്ചവനത്, തനിക്ക് ഇഷ്ടമുള്ളവരത് കൊടുക്കുന്നുവെന്നും നീ തിരിച്ചറിയുന്ന നാൾ വരെ നീ കാട്ടിലെ പുല്ല് തിന്നും പശുവിനെ പോലെയായി. So if you read the book of Proverbs, chapter 16, verse 18, it says, pride goes before destruction, a haughty spirit before a fall. Just like when you see an engine, you know that the bogie is behind it. When you see a train engine, you see that you know that the bogie is behind it. In the same manner, if there is pride or a haughty spirit, know that there is destruction or fall behind it. And this is illustrated in the life of King Nebuchadnezzar in the book of Daniel. King Nebuchadnezzar looked at Babylon and said that, isn't this Babylon the Great that I built? But just that word just left his mouth, and immediately he heard a sound which says that because of your pride you will become like animal that eat grass, until such time that you realize that God reigns over all human kingdoms, and he gives human kingdom to whoever he pleases. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ദാനിയേൽ 4:30 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാണ്. ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ
എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിന്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായത് എന്തെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. നിന്നെ മനുഷ്യരിടയിൽ നിന്ന് നീക്കി നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടിയായിരിക്കും. നിന്നെ കാളയെ പോലെ പുല്ല് തീറ്റും. അത്യുന്നതനായവൻ മനുഷ്യ രാജ്യത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം തികയും. പ്രിയ കുഞ്ഞുങ്ങളെ, തിരിച്ചറിയ, നാം ഇന്ന് അനുഭവിക്കുന്നതല്ല, ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടാണ്. Let's read this verse. It's the book of Daniel, chapter 4, verse 30 onwards. He said, "Is not this the great Babylon I have built as the royal residence by my mighty power and for the glory of my majesty?" Even as the words were on his lips, as in Nebuchadnezzar's lips, a voice came from heaven. "This is what is decreed for you, King Nebuchadnezzar. Your royal authority has been taken from you. You will be driven away from people and will live with the wild animals. You will eat grass like the ox. 7 times will pass by for you until you acknowledge that the Most High is sovereign over all kingdoms on earth and gives them to anyone he wishes." Realize that whatever you have is given to you by God, and God is sovereign and gives it to anyone who he wishes. ഹല്ലേലൂയ. നിഗളിക്കരുത്. നിഗളത്തിന് മുമ്പേ നിഗളിച്ചാൽ ഇതാ നാശം കടന്നു വരുവാനായിട്ട് റെഡിയാകും. ഇതാ ഒരു രാജാവിന്റെ കാര്യം പറഞ്ഞു. ഇനി ഒരു റാണിയുടെ കാര്യം പറയട്ടെ. ആ റാണിയാണ് പേർഷ്യ രാജ്യത്തിന്റെ രാജാവായ ഹോശരശിന്റെ ഭാര്യയായ വസ്തി. ഈ വസ്തി എന്ന ഈ രാജ്ഞി രാജാവ് വിളിച്ചപ്പോ അവൾ അഹങ്കാരത്തോടുകൂടെ ഇരുന്നു. എനിക്കിപ്പോ വരാൻ മനസ്സില്ല. ഇത് സംഭവിച്ച ഉടനെ തന്നെ വസ്തിക്ക് എന്ത് പറ്റിയെന്നറിയാമോ? രാജാവും രാജാവിന്റെ കൂടെയുള്ളവരും ചേർന്ന് ഒരു തീരുമാനമെടുത്തു. രാജാവ് തീരുമാനത്തിലേക്ക് കടന്നു വന്നു. വസ്തിയെ, അഹങ്കാരിയായ വസ്തിയെ, അവളെ രാജ്ഞി സ്ഥാനത്ത് നിന്ന് മാറ്റുക. അവക്ക് പകരം മറ്റൊരുവൻ ആ സ്ഥാനം അലങ്കരിക്കട്ടെ. അങ്ങനെ വസ്തിയെ, അഹങ്കാരിയായ വസ്തിയെ അവിടെ നിന്ന് മാറ്റുകയും ഒരു യഹൂദ സ്ത്രീയായ, പക്ഷേ ഒരു ചെറിയ കുടിലിൽ വളർന്ന് എസ്തേറിനെ ആ കൊട്ടാരത്തിലേക്ക് വസ്തിക്ക് പകരം രാജ്ഞിയായി കൊണ്ടുവരികയും ചെയ്തു. പ്രിയ കുഞ്ഞുങ്ങളെ, അഹങ്കരിക്കരുത്. നമ്മൾ രാജാവായാലും ശരി, റാണിയായാലും ശരി, മുതലാളിയായാലും ശരി, കൊച്ചമ്മയായാലും ശരി, എഞ്ചിനീയർ ആയാലും ശരി, ഡോക്ടർ ആയാലും ശരി, ആരായിക്കോട്ടെ, അഹങ്കരിക്കരുത്. നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. Dear brothers, do not be haughty, because haughtiness comes before a fall. We just saw the story of King Nebuchadnezzar. In the same manner, there is also the story of a queen, and this is in the book of Esther. In the book of Esther, chapter 1, we have the story of Queen Vashti, who was asked by the king to come to the court, but she became arrogant and refused. And what happened? Immediately she was removed as the queen, and somebody from a very poor background, Queen Esther was made into queen by the king. And this is so, always be careful. Do not be arrogant, whether you are a master or a mistress, or a businessman or a businesswoman, or engineer or doctor. Whatever you have is given to you by God. Do not be haughty, do not be arrogant, because that always comes before fall. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രധാന പദ്ധതി എന്ന് പറയുന്നത്, നമ്മൾ യാത്രക്കാരാണ്. നമ്മൾ റെഡിയാവുകയാണ് പോകാൻ. ഹല്ലേലൂയ. ഈ യാത്രയ്ക്ക് ഓരോ നിമിഷം റെഡിയാകുകയാണ്. അതിൻ്റെ ഇടയിൽ അഹങ്കാരം നമ്മൾ പിടിക്കരുത്. നമ്മളെപ്പോഴും താഴ്മയുള്ളവരായി നമ്മളെ തന്നെ ശിശുക്കളെ പോലെ താഴ്ത്തുവാനിടയാകണം. നമ്മൾ കോൺട്രിബ്യൂട്ടേഴ്സാണ്.
ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിന് വെളിച്ചം കൊടുക്കുന്നു. ഇതാ കർത്താവ് പറഞ്ഞ നിങ്ങൾ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നമ്മൾ ഈ ജീവന് ഈ ലോകത്തിന് ജീവൻ കൊടുക്കുന്നു. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. എന്നെ അയച്ചത് ജീവൻ കൊടുക്കാനാ, നിങ്ങളെ അയക്കുന്നത് ജീവൻ കൊടുക്കാനാ. വിശ്വസിക്കുന്നതിന് ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. അത് അടുത്തവന് ജീവൻ കൊടുക്കുവാനായിട്ട് ഇടയാകുക. ഹല്ലേലൂയ. നമ്മൾ ആരെന്ന് തിരിച്ചറിയുക. നമ്മൾ മിയർലി കൺസ്യൂമേഴ്സ് അല്ല. അത് ഈ ലോകത്തിൽ ജനിച്ച അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചവനാണ് കൺസ്യൂമർ. എന്നാൽ ദൈവരാജ്യത്തിൽ ദൈവത്താൽ വീണ്ടും ജനിച്ച നമ്മൾ കോൺട്രിബ്യൂട്ടേഴ്സാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പഴയ സൃഷ്ടിയിൽ നിന്ന് പുതിയ സൃഷ്ടിയിലേക്ക് യാത്രയാകാം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. Dear brothers, always realize that the role you have been given is that of a traveler to move from become a consumer to a contributor, so that you, just like Jesus Christ said, out of you shall flow rivers of life, so that you can contribute life and light to everybody around you. Do not let arrogance catch you while you are in this journey, and always realize this, and let us pray to God. ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഞാൻ ഇന്ന് ഈ സ്ക്രീനിൽ കണ്ട 3 ഭാഗങ്ങളിൽ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? ഒരു കൺസ്യൂമറാണോ? കിട്ടിയില്ല എങ്കിൽ കൊടി പിടിക്കുന്ന, കിട്ടിയില്ല എങ്കിൽ മുഖം വീർപ്പിക്കുന്ന, കിട്ടിയില്ല എങ്കിൽ വഴക്കുണ്ടാക്കുന്ന ഒരു കൺസ്യൂമർ മാത്രമായിട്ട് ഒതുങ്ങുകയാണോ? അതോ ഞാനൊരു കോൺട്രിബ്യൂട്ടറാണോ? ഈ ലോകപ്രകാരം ശരീര മെറ്റീരിയലുകളുള്ള വ്യക്തി ഒരുപക്ഷെ ആ മെറ്റീരിയൽ മറ്റു പലർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നിരിക്കാം. എന്നാൽ നമ്മൾ അതിനും അപ്പുറമാണ്. നമ്മൾ ഹെവൻലി ഇലക്ട്രിസിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാ, മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുന്നവരാ. നാം അങ്ങനെ ആകുന്നുണ്ടോ? നമ്മൾ സമാധാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാ. യേശു പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെട്ടു. നമ്മൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ? നമ്മളൊരു ഭവനത്തിൽ ചെന്നാൽ അവിടെ സമാധാനമാണോ? നമ്മളൊരു വണ്ടി കയറിയാൽ അവിടെ സമാധാനമാണോ? നമ്മളൊരു ചർച്ചിൽ പോയാൽ അവിടെ സമാധാനമാണോ? കലഹമുള്ള ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ സമാധാനം ലഭിക്കുന്നുണ്ടോ? യേശു പറഞ്ഞു, നിങ്ങളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. ആ സമാധാനം അവിടെ കൽപ്പിക്കണം. അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ വസിക്കും. വി ആർ കോൺട്രിബ്യൂട്ടേഴ്സ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ തന്നെ മറ്റൊരുവൻ ഒരു സന്ദേശം കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ആയുഷ്കാലം മുഴുവൻ പണത്തിന്റെ പുറകെ ഓടി ആ പണത്തോട് ചേർന്ന് സെമിത്തേരിയിൽ അവസാനിക്കുകയല്ല, പകരം യേശുവെ പോലെ മരണത്തിൽ സമ്പന്നന്മാരോട് കൂടെ ആയിരിക്കണം. പൗലോസിന്റെ ഓട്ടം കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാണ്. മരണം നമുക്ക് അയ്യോ ആണോ അതോ മരണം ലാഭമാണോ? കൺസ്യൂമേഴ്സിന് മരണം അയ്യോ ഓടി വരണേ, എന്നാൽ കോൺട്രിബ്യൂട്ടേഴ്സിന് മരണം ലാഭമാണ്. നാം ഏത് തലത്തിൽ നിൽക്കുന്നു? നമ്മളെ തന്നെ പരിശോധിക്കുക. ഈ യാത്രയിൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കാം. ഇത് സഹനത്തിന്റെ യാത്രയാണ്. അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. അത് രാജാവായാലും ശരി, റാണിയായാലും ശരി, പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ മന്ത്രിയോ MLA യോ എഞ്ചിനീയറോ ആരുമായിക്കൊള്ളട്ടെ, നിഗളം ഒരുവനെ വീഴിക്കും, ഉന്നത ഭാവം ഒരുവനെ വീഴിക്കും. ദൈവം തന്നതിൽ അഹങ്കരിക്കാതെ ദൈവത്തിൽ അഭിമാനം കൊണ്ട് ക്രിസ്തുവെ പോലെ താഴ്മയുള്ളവരാകുവാൻ ക്രിസ്തുവോട് പഠിക്കാം. ജീവിതത്തിലെ കാഷ്വാലിറ്റികൾ ഒഴിവാക്കുവാൻ
ഇത് നമ്മളെ വളരെ സഹായിക്കും. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ ഏൽപ്പിക്കുക. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഓരോരുത്തരും യാത്ര പുറപ്പെടുന്ന യാത്രക്കാരായിരിക്കാൻ, യാത്ര ചെയ്യുന്ന യാത്രക്കാരായിരിക്കാൻ അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ ഉത്ബോധിപ്പിച്ചു. പ്രിയ നല്ല പിതാവേ, ആത്മീയ യാത്ര ചെയ്ത് ഞങ്ങൾക്ക് പരിചയമില്ല, പരിശീലനമില്ല. ഞങ്ങൾ ഇതുവരെ കേട്ട സന്ദേശങ്ങൾ മുഴുവൻ നിന്നെ ഈ കൺസ്യൂമർ തലത്തിൽ അനുഗ്രഹിച്ച് അവസാനിപ്പിക്കുന്ന ദൈവത്തെ കുറിച്ചാണ്. എന്നാൽ യേശുവിനെ പോലെ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, നിന്റെ ദർശനം, നിന്റെ ബോർഡ് മാറ്റ്, എന്നിട്ട് എന്നെ അനുഗമിക്കേ എന്ന് പറയുന്ന സന്ദേശങ്ങൾ ഞങ്ങൾ കേട്ടത് വിരളമാണ്. പൗലോസിനെ പോലെ യേശുവിനെ അനുഗമിക്കുന്നത് ഞങ്ങൾ കേട്ടത് വിരളമാണ്. സ്വകീയ പിതാവേ, എന്നാൽ ഈ നാളുകളിൽ സെമിത്തേരിക്ക് അപ്പുറം ദൈവരാജ്യത്തിൽ ഞങ്ങളെ ജീവിപ്പാൻ പഠിപ്പിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കായി നന്ദി. ഈ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേട്ട വചനത്തിൽ നിലനിന്ന് ഈ യാത്രക്കാരായി തീരുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണം. സ്വയത്ത് ഞങ്ങൾക്ക് കഴിയില്ലപ്പാ, അങ്ങ് തന്നെ അങ്ങയുടെ ആത്മാവിനാൽ, അങ്ങയുടെ ദൂതന്മാരാൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൂരെ ആയിരിക്കുന്നവരെ, ഹോളിലായിരിക്കുന്നവരെ അല്ല, ഈ സന്ദേശത്തിന്റെ മുകളിൽ അങ്ങയുടെ ആത്മാവിന്റെ പെരുമഴ അങ്ങ് അയച്ചുകൊണ്ട് അപ്പാ ഈ മക്കളുടെ യാത്രയ്ക്ക് ഇതാ തുടക്കം കുറിക്കുവാൻ അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്നവർക്ക് അവർക്ക് സ്പീഡ് കൂടുവാൻ അവർക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, അപ്പാ അങ്ങയുടെ ആത്മാവാൽ ഇത് സംഭവിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ തന്നെ അങ്ങയുടെ ആത്മാവ് ഈ മക്കൾ ആയിരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കുന്ന കൃപയ്ക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പാ ഈ മക്കളുടെ ആഗ്രഹവും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആത്മാവിന്റെ ശക്തിയും ഈ മക്കളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. യാത്ര ചെയ്യാതിരിക്കുന്നവർ ഇപ്പോൾ യാത്ര ചെയ്യാൻ ഒരു തീരുമാനമെടുത്താട്ടെ. യാത്ര ചെയ്യാൻ തീരുമാനമെടുത്തവർ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ എനിക്ക് വേണം, എനിക്ക് സ്വയമേ കഴിയത്തില്ല എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ആത്മാവിന്റെ പെരുമഴ, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക്, തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകും. ആ പരിശുദ്ധാത്മാവിന്റെ തേജസ്, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിന്റെ ബലം ഈ ജനങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഈ ജനങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ആളുമാറിയ തലത്തിലേക്ക് ഒരു മാറ്റം വരട്ടെ. ഒരു ശിശുവിനെ പോലെ താഴുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ പരിശീലിപ്പിക്കട്ടെ. ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അങ്ങ് എനിക്ക് തന്നെ സമാധാനം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയാണ്. അങ്ങ് എന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ജീവൻ എന്നിലൂടെ ഈ മക്കളിലേക്ക് കൽപ്പിക്കുകയാണ്. അങ്ങ് തന്ന പ്രകാശം ഈ മക്കളിലേക്ക് വിളിച്ചറിയിക്കുകയാണ്. കർത്താവേ, സർവ്വമാവത്തെ അങ്ങേക്ക് തരികയാണ്. കൂടിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ചാട്ടെ. യേശുക്രിസ്തുവിന്റെ അടിപ്പിണര സ്വർഗീയ പിതാവ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആ സൗഖ്യം ഈ മക്കൾ വിശ്വാസം കരം വെച്ചിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. പരിപൂർണ്ണ സ്വാതന്ത്ര്യമുള്ളവരായിരിക്കട്ടെ. സ്പിരിറ്റ് ഇൻഫോർമിറ്റി ഐ കമാൻഡ് യു ടു ലിവ് റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് കൊടുത്ത വിടുതലുകൾക്കായി സ്തോത്രം. സർവ്വമഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ കുഞ്ഞുങ്ങളെ മറക്കരുത്, ഇന്ന് വൈകിട്ട് 7 മണിക്കത്തെ അത് ഗോസ്പൽ ടിവിയിലെ ആ സ്പെഷ്യൽ പ്രോഗ്രാം നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സന്തോഷ് പാസ്റ്ററെ കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ ലിങ്കുകൾ കിട്ടും. ദൈവം നിങ്ങളെ എവരെ സഹായിക്കട്ടെ. റൈറ്റ് ആയിട്ട് നിങ്ങളുടെ ഷെയർ എന്താണോ ആ ഭാഗത്ത് ദൈവം തോന്നിക്കുന്നത്, ഒരു കമൻ്റ് ആയിട്ടാണോ ഒരു ഷെയർ ആയിട്ടാണോ എങ്ങനെയോ നിങ്ങളത് ചെയ്യേണ്ടതൊക്കെ ചെയ്യുക. ദൈവം നമ്മളെല്ലാവരിലും പ്രവർത്തിക്കുന്നു. എല്ലാവരോടെയും ചേർന്ന് നമുക്ക് കർത്താവോട് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാം. നാളെ മുതൽ ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ മാസത്തെ ഡിസംബറിലെ റിട്രീറ്റ് നാളെ മുതലാണ്. നിങ്ങൾ കടന്നു വരിക, അനേകരെ കൂട്ടിക്കൊണ്ടുവരിക, നിങ്ങൾ പ്രവർത്തിക്കുക. അങ്ങനെ നമുക്ക് ഒരുമിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാകാം. ദൈവവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അപ്പോൾ തന്നെ ഡിസംബർ 29, 30, 31 ദ ഹയർ ലെവൽ കോൺഫറൻസ് നമ്മുടെ താങ്ക്സ് ഗിവിംഗ് ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ആരും മടിപിടിച്ചിരിക്കരുത്. ഞങ്ങൾ സൂമിൽ കംഫർട്ടായിട്ട് അവിടെ ഇരുന്ന് കണ്ടോളാം. അപ്പോൾ ഞങ്ങൾക്ക് പല പല ഗുണങ്ങളുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കരുത്. പകരം കഴിയാവുന്ന ഏവരും കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠ നമുക്ക് ദൈവത്തെ സന്തോഷിക്കാം. ദൈവം ഏവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.